കാര്യങ്ങളുണ്ടാവും. ഈ ടൈഗ്രീസിന്റെയും യൂപ്രട്ടീസിന്റെയും ഒക്കെ തീരങ്ങളിലേക്ക് ശത്രു സമൂഹം അങ്ങനെ വന്ന് താവളമടിക്കണ കാര്യം അനവധി ഹദീസുകളിൽ കാണുന്നുണ്ട്. എന്നാൽ അതുവഴി വേറൊരു പ്രശ്നം കൂടി ഉണ്ട്. ഒന്ന് സ്വഹീഹുൽ ബുഖാരി ഖാല റസൂൽ അൻ അബീ ഹുറൈറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഖൂമു സ്സാഅ ഹത്താ യഹ്സുറൽ ഫുറാതു അൻ ജബലിൻ മിൻ ദഹബിൻ. യൂപ്രട്ടീസിൽ സ്വർണ്ണമല ഉയർന്നിട്ടല്ലാതെ ഖിയാമത്ത് നാളിൽ സംഭവിക്കുകയില്ലെന്ന് മുഹമ്മദ് നബി. ഇതുകൂടി കഴിഞ്ഞിട്ടാണ് മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു രംഗത്ത് വരിക. അങ്ങനെയാണ്. മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞത്? ചിന്തിക്കണതൊക്കെ ഞാൻ പഠിച്ച് പറയാൻ വെറുതെ പറയല്ല. അതായത് പാശ്ചാത്യരെ കടന്നു കയറ്റുണ്ടാവും, പിന്നെ അതിന് ശേഷം തുർക്കികളെ തുർക്കികളോടൊക്കെ നമ്മൾ തോൽക്കും, പറ്റേ തോറ്റ് തുന്നം പാടി ഓടും, എല്ലാം കഴിഞ്ഞ് ഓടും, നാശവും. അതിനോടനുബന്ധിച്ച് ചില പ്രശ്നങ്ങളുണ്ടാവും. യൂപ്രട്ടീസിൽ സ്വർണ്ണമല, നെഹ്റും ജബലും മിൻ ദഹബിൻ എന്നാണ് ഹദീസ്. ഈ ഹദീസ് മുസ്ലിമിലുണ്ട്, ബുഖാരിയിലുണ്ട്. അതിന്റെ കരയിൽ താവളമടിക്കുന്ന ശത്രു പടയാളികൾ അതിനു വേണ്ടി പരസ്പരം കൊലപ്പെടുത്തുകയും ചെയ്യും. സ്വഹീഹുൽ ബുഖാരി, രാക്കഥ പറയല്ല. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരി. യൂപ്രട്ടീസിൽ ജബലും മിൻ ദഹബിൻ എന്നേ പറഞ്ഞത്. ജബലന്നെ ആരെങ്കിലും വല്ല മിന്നി പോയതല്ല. ജബലും മിൻ ദഹബിൻ, സ്വർണത്തിന്റെ മല അങ്ങോട്ട് പൊങ്ങി വരും. സ്വഹാബികളെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾ അടുത്ത തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കണം, ആ സ്വർണ്ണമലയുടെ അരികിൽ ആരെങ്കിലും എത്തിച്ചേർന്നാൽ പോലും അതിൽ നിന്ന് എടുക്കരുതേ, അത് നാശത്തിന്റെ സ്വർണ്ണമലയാണ്. സ്വഹീഹുൽ ബുഖാരി, മുസ്ലിം ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഞാൻ ഏകദേശ ചിത്രം ഇങ്ങനെ അങ്ങോട്ട് വരച്ച് കാണിച്ചു തന്നതാണ്. സമകാലിക മുസ്ലിം ലോകത്തിൻ്റെയും വരുന്ന ഭാവിയുടെയും ഏകദേശം ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇപ്പോൾ ചുരുക്കത്തിൽ എല്ലാ നിലയിലും ഒരു നാശത്തിൻ്റെ സാഹചര്യം മുസ്ലിമീങ്ങളെ ബാധിക്കുമ്പോഴാണ് നായകൻ മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വരിക. അതാണ് നമുക്കിനി പറയാനുള്ളത്. അനിബ്നു സീരീൻ ലാ യഖ്റുജുൽ മഹ്ദി ഹത്താ യക്ഫുറ ബില്ലാഹി ജഹ്റാ. പരസ്യമായി കാഫിറാകാൻ ആളുകൾക്ക് മടിയില്ലാത്ത കാലഘട്ടം വരും. കാരണം ഇസ്ലാമിക മെജോറിറ്റി എന്നത് നഷ്ടപ്പെടും. മുസ്ലിമീങ്ങൾക്ക് എവിടെയും ഒരു രക്ഷയില്ലാത്ത ഒരു സാഹചര്യം എല്ലായിടത്തും വരും. അപ്പം മുസ്ലിമീങ്ങൾ തന്നെ ഓരോ ദിവസവും കുറെ ആളുകൾ പരസ്യമായിട്ട് കാഫിറാകാം. അതിന് അവർക്കൊരു മടിയും ഉണ്ടാവുകയില്ല. ലാ യഖ്റുജുൽ മഹ്ദി ഹത്താ യക്ഫുറ ബില്ലാഹി ജഹ്റാ. നുഐം ഇബ്നു അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ കിതാബുൽ ഫത്വയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൻ അലിയിൻ ഖാല ലാ യഖ്റുജുൽ മഹ്ദി ഹത്താ യബ്സുഖ ബഅലുഹും വജ്ഹ ബഅലിൻ. മുസ്ലിമീങ്ങൾ പരസ്പരം മുഖത്ത് നോക്കി തുപ്പി നടക്കുന്ന കാലഘട്ടത്തിലെ മഹ്ദി വരികയുള്ളൂ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തൊട്ട് നുഐം ഇബ്നു അഹ്മദ് തന്റെ കിതാബുൽ ഫിതനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ പരസ്പരം തുപ്പി നടക്കുക. അതായത് മുസ്ലിമീങ്ങൾ തന്നെ ആ സാഹചര്യം തന്നെയാണല്ലോ ഉള്ളത്. 100 മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ 200 പാർട്ടിയല്ലേ? എന്താ പത്ത് സാഹചര്യം? അതൊക്കെ തന്നെ ഇപ്പൊ പറയുന്നത്. അങ്ങോട്ടെങ്ങനെ കയറി വരിക. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. തന്നെ എന്റെ വകയല്ല, ഒക്കെ എടുത്തു നോക്കിക്കോളൂ, അവിടെ ഉണ്ട്. عن علي قال لا يخرج المهدي حتى يبصق بعضهم في وجه بعض. ഒരുമ എന്ന സാധനം ഉണ്ടാവില്ല. മുസ്ലിമീങ്ങൾ പരസ്പരം മുഖത്ത് നോക്കി തുപ്പും. പിന്നെ لا يخرج المهدي لا يخرج المهدي حتى يخرج الرجل بالجارية الحسناء. വിലപിടിപ്പുള്ള ഒരു സാധനം എന്നർത്ഥം. വിലപിടിപ്പുള്ള ഒരു സാധനവും കൊണ്ട് ഒരാൾ രംഗത്ത് വരും, പുറത്തു വരും. എന്നിട്ട് അയാൾ പറയും, ഇറാഖിലും ഷാമിലും ഒക്കെ പരിസരത്തുള്ള ആളുകള് അവന് ഏറ്റവും വിലവെളിപ്പുള്ള ഒരു സാധനം കൊണ്ടുവന്നിട്ട് പറയും, ഇത് അങ്ങോട്ട് ആരെങ്കിലും എടുത്തോളൂ, അതിന് പകരം എനിക്കൊരു ഭക്ഷണം തന്നാ മതി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഭക്ഷണത്തിന് വേണ്ടി ഇറാഖ്, സിറിയ, ജോർദാൻ, ലബനാൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഭക്ഷണത്തിന് അത്രയും വലിയ ക്ഷാമം ഉണ്ടാകുമ്പോഴാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷമാവുക എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് വേറെയുണ്ട്. ഫിത്ന, മുസ്ലിം ലോകത്താകെ ഫിത്ന പൊട്ടിപ്പുറപ്പെടും. എന്നാൽ ഏറ്റവും വലിയ ഫിത്ന അവ്വലുഹാ ലഅബുസ്ബിയാൻ, ഒരു തരം
കളി എല്ലാവരെയും ബാധിക്കും. ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെ മറ്റേ വിഷയത്തിലേക്ക് ചെറിയ ഒരു സൂചനയും ഈ കാര്യത്തിലുണ്ട്. ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു ലോകകപ്പ് പറഞ്ഞ് ശ്രദ്ധിക്കണം. ഞാൻ പന്ത് കളിക്കെതിരായിട്ടുണ്ട് പറയല്ല. ഈ കളി ഒരു ജീവിത ശൈലിയാക്കി കൊണ്ടുവരുന്നത് വലിയ നാശമാണ്. ഇതിന് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. മുസ്ലിമീങ്ങളിൽ ആകെ ഒരു തരം കളി, പിള്ളേർക്ക് കളിക്കാനേ നേരമുള്ളൂ. ഒക്കെ കളി കളി കളി. പിള്ളേർ മാത്രമല്ല, വലിയ ആളുകൾ വരെ എല്ലാം കളി, ഒക്കെ കളി, കളിയോട് കളി കളി തന്നെ. പന്ത് കളി കഴിഞ്ഞ് ലോകകപ്പ് കഴിഞ്ഞാലെങ്കിലും ഇതിൻ്റെ പ്രശ്നം ഒന്ന് തീരുമല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ചിരുന്നു. പിന്നെ ഒരു മാസം സിദാന്റെ തല കൊണ്ട് കുത്തിയത് ഖൈറായോ ഷർറായോ. പിന്നെ ഒരു മാസം മുസ്ലിം പത്രങ്ങൾ വരെ അതിനു വേണ്ടി ചർച്ച. മുസ്ലിം പത്രങ്ങളിൽ ഏത് പത്രത്തിന് കൊണ്ടാലും വേണ്ടില്ല, എനിക്ക് ആർക്ക് കൊള്ളുന്നുള്ള പ്രശ്നമൊന്നുമില്ല, ചിന്തിക്കാം, ആർക്ക് കൊണ്ടാലും വേണ്ടില്ല. മുസ്ലിം പത്രങ്ങൾ വരെ ചർച്ച. എന്തിന്? തല കൊണ്ടിടിച്ചാൽ അവൻ മറ്റേ ആള് എന്താ പറയാ മറ്റേ രാശി ചത്തുപോയിരുന്നെങ്കിലോ, ചത്തിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ ചത്തുപോയിരുന്നെങ്കിലോ എന്ന് പറയേണ്ട ആവശ്യമുണ്ട്. വെറുതെ ഇങ്ങനെ ഇത് തന്നെ തർക്കം, വിഷയം അത് മാത്രമായി പറയാം. ഒരു തരം കളി മുസ്ലിം ലോകത്തെ ആകെ വ്യാപിക്കുക എല്ലായിടത്തും ഉണ്ട്. മുസ്ലിമീങ്ങൾ അങ്ങനെയല്ലല്ലോ. മുസ്ലിമീങ്ങൾ വൽ അസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. സമയത്തിന് ഏറ്റവും വിലയുള്ള സമൂഹം മുസ്ലിമീങ്ങൾ. അത് പഠിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിഅമതാനി മഗ്ബൂറുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹ്ഹതു വൽ ഫറാഗ് ഖാല റസൂലുള്ളാഹി. അനർഘമായ വിലയുള്ള 2 സാധനമാണ് അല്ലാഹു മനുഷ്യനെ ഏൽപ്പിച്ചത്. ഒന്ന് സമയവും ഒന്ന് ആരോഗ്യവുമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇതിനെതിരെ മുസ്ലിമീങ്ങൾ കളിക്കും. ഒരു രസത്തിന് വേണ്ടിയൊക്കെ എപ്പോഴെങ്കിലും കളിക്കുകയൊക്കെ ചെയ്യാം. ആരും കളിക്കാലോ. ഹബീബ റസൂലുള്ളാഹിയൊക്കെ കളിച്ചിട്ടുണ്ടല്ലോ. ഭാര്യ തമാശയും കളിയൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ കളിക്ക് വേണ്ടിയുള്ള ജീവിതമല്ല, അതൊക്കെ എപ്പോഴെങ്കിലും ഒരു റാഹത്തിന് വേണ്ടിയാ. ഇത് കളിക്ക് വേണ്ടി തന്നെയുള്ള ജീവിതം. കളി തന്നെ ജീവിതം തന്നെ കളിയാക്കുന്ന രീതി ശരിയാണല്ലോ. എന്റെ അറബ് ലോകത്തിന്റെ ഇന്നത്തെ സാഹചര്യം, അറബ് ലോകത്ത് രാഷ്ട്രീയ ചർച്ചകളില്ല, ഉദ്ദാനതയുടെ ചർച്ചകളില്ല, ഒന്നുമില്ല. ആകെയുള്ള കളി, ആകെയുള്ള ചർച്ച ഖുറത്തുൽ ഖദം, ഫുട്ബോൾ. അതല്ലാത്തൊരു കാര്യമില്ല. മറഡോണയെ ലോകം ആദരിക്കുന്നതിന്റെ മേലെയാണ് മാജിദ് അബ്ദുള്ളയെ സൗദികൾ ആദരിക്കുന്നത്. ഉദാഹരണം പറയാണ്, എനിക്ക് അയാളോടൊന്നും ദേഷ്യമല്ല. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇത് തന്നെ. കളി ഇത് തന്നെ ചർച്ച, മറ്റൊന്നുമില്ല. സാമൂഹിക ഉദ്യാനതല്ല, രാഷ്ട്രീയ ഉദ്യാനതയെ കുറിച്ച് ചർച്ചയില്ല, മറ്റൊരു ചർച്ചയില്ല, ഒന്നുമില്ല. കളിയല്ലാത്തൊരു വിഷയമല്ല, കളി മാത്രം. ഇങ്ങനത്തെ ഒരു കാലഘട്ടം വരും. ഇതായിരിക്കും ഇത് ലോകത്താകെ വ്യാപിക്കും. ഇതാണ് ഫിത്നയുടെ മറ്റൊരു തുടക്കം. ഇതൊക്കെ വ്യാപിക്കുന്ന സമയത്താണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷമാവുക എന്ന് നിങ്ങൾക്കറിയാലോ. ഏകദേശം സാഹചര്യങ്ങളൊക്കെ നാളെ വരുമെന്ന് ഞാൻ പറയണില്ല. ഏതായാലും ഇതിൻ്റെ മൂർധന്യാവസ്ഥയായിരിക്കാം ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യക്ഷം എന്നാണ് ഈ പറഞ്ഞത്. എൻ്റെ വക ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ കിതാബ് ഞാൻ എങ്ങനെ കാണിച്ചു തരും. ഒന്നും ഞാൻ എൻ്റെ വക പറഞ്ഞിട്ടില്ല. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇനി ആരാണ് ഇമാം മഹ്ദി? അൻ ഉമ്മി സലമ റളിയല്ലാഹു അൻഹാ ഖാലത് ഖാല റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അൽ മഹ്ദി മിൻ അത്രതി വമിൻ ഔലാദി ഫാത്തിമ. മഹ്ദി എൻ്റെ കുടുംബമാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ചില ആളുകൾക്ക് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു വാദം ഉണ്ടായിരുന്നു, റസൂലുള്ളാഹിന്റെ കുടുംബം ഗർബയിലെ. ഇത് ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസാണ്. ശ്രദ്ധിക്കണം. അബൂദാവൂദ്, ഇമാം മുസ്ലിം അടക്കം എല്ലാവരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂദാവൂദ് ഈ ഹദീസ് രേഖപ്പെടുത്തിയതാ. അബൂദാവൂദ് മഹ്ദിയെ കുറിച്ച് ഇമാം മുസ്ലിം വേറെ ഹദീസ് ഞാൻ പറഞ്ഞുതരാം. ഇത് അബൂദാവൂദ് രേഖപ്പെടുത്തിയതാ. ഇമാം മഹ്ദി ഇമാം അബൂദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു മാജ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാക്കിം ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അൽ മഹ്ദിയു മിൻ ഇത്രതി, മഹ്ദി എൻ്റെ കുടുംബമാകുന്നു. ഹബീബാ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ ആദരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഉറക്കെ പറയും, അല്ലാഹു നമ്മെ തൗഫീഖ് ചെയ്യട്ടെ, ആദരിക്കട്ടെ. ആ ഭാഗത്തേക്ക് ഞാൻ പിന്നെ വരാം. അതിവിടെ ഇടയിൽ വരുന്ന ഒരു വിഷയമുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് വരാം. ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു. റസൂലുള്ളാഹിന്റെ കുടുംബം ഗർബലയിലെ മരിച്ചു പോയിട്ടുണ്ട്. എൻ്റെ സുബ്ഹാനല്ലാഹ്, അതിനേക്കാളും വലിയൊരു വിഡ്ഢിത്തം മനുഷ്യലോകം പറഞ്ഞിട്ടില്ല.
ഹബീബായ റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, തറക്തു ഫീകും അംറൈൻ ലം തളില്ലു മാ തമസക്തും ബിഹിമാ. കിതാബുല്ലാഹ് എന്ന് പറയാൻ എളുപ്പമുണ്ട്, രണ്ട് റിവായത്തുണ്ട്. ഒരു റിവായത്ത് കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി, ഒരു റിവായത്ത് കിതാബുല്ലാഹി വഇത്രതി. ഞാൻ നിങ്ങളിൽ രണ്ടു കാര്യം ഉപേക്ഷിച്ചിട്ട് പോകുന്നു, അത് നിങ്ങളുടെ എക്കാലത്തെയും തുണയാണെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഭാഗത്തേക്ക് ഞാൻ വരാം, വലിയൊരു വിഷയം അവിടെ പറയേണ്ടത്, കുറച്ച് ഭാഗം കഴിഞ്ഞിട്ട് പറയാം. ആരാ രണ്ട് കാര്യം? ഒന്ന് കിതാബുല്ലാഹി ഖുർആനാണ്, രണ്ട് സുന്നത്തു റസൂലിഹി ഹബീബിന്റെ സുന്നത്തുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു റിവായത്തോ കിതാബുല്ലാഹി വഇത്രതി. ഒന്ന് ഖുർആനുമാണ്, ഒന്ന് എൻ്റെ കുടുംബമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, അവരോട് അസൂയ വെച്ചിട്ട് കാര്യമില്ല, അവരെ ആദരിക്കല്ലാതെ നിർവാഹമില്ല, ദീനുണ്ടാവില്ല. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരും ഇൻഷാ അല്ലാഹ്. അടുത്ത വർഷം സൗകര്യപ്പെട്ടാൽ അഹ്ലുൽ ബൈത്ത് എന്നതൊരു വിഷയമാക്കിയിട്ട് തന്നെ പറയണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കൊല്ലന് സമയമില്ലാത്തത് കൊണ്ടാണ് ആ ഭാഗം ഓടിച്ചുക ബറക്കത്തിന് വേണ്ടി. ഏതായാലും നോക്കൂ നിങ്ങൾ, അവസാനത്തെ നവോത്ഥാന നായകൻ വരെ മിൻ ഇത്രത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയുടെ ചോരയായിരിക്കും. മുഹമ്മദ് നബിയുടെ ചോര ഭൂമിയിൽ നിലനിന്നാൽ പിന്നെ വേറെ ആർക്കാ നേതാവാകാൻ അർഹതയുള്ളത്? അതാ കുടുംബത്തിന് മാത്രമാണ്, അത് മുറിയാത്ത കുടുംബമാണ്. അതുകൊണ്ടാണ് ഇന്ന അഅതൈനാകൽ കൗസർ. എന്താർത്ഥം? ഇന്ന അഅതൈനാകൽ കൗസർ, ഇന്ന അഅതൈനാകൽ കൗസർ. ഹൗദുൽ കൗസർ ഒന്നും അല്ലാഹ് പറഞ്ഞിട്ടില്ല, അല്ലാഹ് പറഞ്ഞത് കൗസർ എന്നാ പറഞ്ഞത്. കൗസറിന് ഒരുപാട് അർത്ഥമുണ്ട്. ഹൗദുൽ കൗസർ എന്ന അർത്ഥമുണ്ട്, നഹറുൽ കൗസർ എന്ന അർത്ഥമുണ്ട്. മറ്റൊരർത്ഥം ഔലാദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. എന്റെ വകയല്ല, തഫ്സീറുൽ കബീർ റാസി എടുത്തു നോക്ക്. ഇന്നാ അഅതൈനാകൽ കൗസർ, ഒരിക്കലും തീരാത്ത ഒരു കുടുംബം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. എണ്ണം കൂടിയ കുടുംബം, അതാണ് കൗസർ എന്ന് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ നോക്ക്, ഒരൊറ്റ വാക്കാ കൂട്ടത്തിൽ പറയാ. എപ്പോഴാ ഈ സൂറത്ത് ഇറങ്ങിയത്? ഈ സൂറത്ത് ഇറങ്ങിയത് ഹബീബായ റസൂലുള്ളാഹിന്റെ രണ്ടാമത്തെ മകനായ അബ്ദുള്ള മരിച്ച സമയത്താവുന്നു. അബ്ദുള്ള മരിച്ചപ്പോൾ റളിയല്ലാഹു അൻഹു നാടാകെ ഖുറൈശികൾ പാഞ്ഞാടുന്നു. മുഹമ്മദിന്റെ കഥ കഴിഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, കുടുംബം തീർന്നു. അതിന് മറുപടി ആണ് എന്ത്? ഇന്നാ അഅതൈനാകൽ കൗസർ, ഒരിക്കലും തീരാത്ത കുടുംബം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇമാം റാസി തഫ്സീറുൽ കബീറിൽ പറയുന്നുണ്ട്, വൽ മുറാദു ബിൽ കൗസരി ഇത്രത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വകയല്ല, തഫ്സീർ കബീർ എടുത്തു നോക്ക്. എല്ലാം തീരാത്ത തലമുറ മുഹമ്മദ് നബി, എല്ലാം നേതാക്കളായി വന്നവരൊക്കെ അതുകൊണ്ടാണ് ലികുല്ലി വലില്ലഹു ഖദമു വ ഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി. ഒരാൾ വലിയാകണമെങ്കിൽ ഒരു അടിത്തറ വേണം, ഒരു നുബുവത്തിന്റെ അടിത്തറ വേണമെന്ന് മഹാനായ അഷ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു മിൻ ഇത്രത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബിയുടെ മോനാണ്, സുൽത്താന്റെ മോനാണ്. സുൽത്താന്റെ പേരെ കുട്ടിയാ ആര്? ഷാഫ്. അങ്ങനെയല്ലേ? അതല്ലേ മഹാനായ ഇമാം ബഹുമാനപ്പെട്ടവർ പറഞ്ഞ ലികുല്ലി വലില്ലഹു ഖദമു വ ഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി. ഒരാൾ വലിയാകണമെങ്കിൽ നുബുവത്തിന്റെ തറ വേണം, നുബുവത്തിന്റെ അടിത്തറ വേണം. എന്റെ വിലായത്തിന്റെ അടിത്തറ എന്റെ ഉപ്പയായ മുഹമ്മദ് നബിയുടെ കാലാണ്, മുഹമ്മദ് നബിയിലാണ് ഞാൻ നിന്നിട്ടുള്ളതാണ്. മഹാനായ അഷ്ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. നമുക്ക് ദേഷ്യണ്ടായിട്ട് കാര്യമല്ല, അതുകൊണ്ടല്ലേ മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എന്നിൽ കാണുന്ന കുറ്റം ഞാൻ അഹ്ലു ബൈത്തിനെ പ്രേമിച്ചു എന്നതാണെങ്കിൽ ഫദാലിക ദംബുൻ ലസ്തു അൻഹു അതൂബു.
ഒരിക്കലും ഞാൻ ആ കുറ്റത്തെ തൊട്ട് തൗബ ചെയ്യുകയില്ല എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്നിൽ കാണുന്ന കുറ്റം ഞാൻ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചതാണെങ്കിൽ ഞാൻ ഒഴിവാക്കൂല എന്നാ പറഞ്ഞത്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അതുകൊണ്ട് ഉമ്മത്തിന്റെ നവോത്ഥാന നായകന്മാർ അഹ്ലു ബൈത്തിനെ പിടിച്ചോളി മനുഷ്യന്മാരെ. അഹ്ലു ബൈത്തിനെ ഒഴിവാക്കുന്നവർക്ക് സമൂഹ നേതൃത്വം ഉണ്ടാവില്ല. അഹ്ലു ബൈത്തിനെ കിട്ടിയവർ വല്ലാതെ കിട്ടിയവരാണ്. അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. വർക്കട് പറയും മനുഷ്യന്മാരെ, ആമീൻ മെല്ലെ പറഞ്ഞാൽ അഹ്ലു ബൈത്തിന്റെ ഒപ്പം കൂടിയിട്ടില്ല എന്നാണ് അതിൻ്റെ മേനാന്ന് ഞാൻ മനസ്സിലാക്കും. ബാക്കിയുള്ളവർക്കൊക്കെ ചിലപ്പം വന്ന് പെട്ടുപോയോന്നൊക്കെ ഉണ്ടാവാം, അങ്ങനത്തെ ഉണ്ടാകാം. അഹ്ലു ബൈത്തിനെ കയ്യിൽ കിട്ടാത്തവരൊക്കെ പെട്ടുപോയവർ തന്നെ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ശ്രദ്ധിക്കുക, മറ്റൊരു ഹദീസ് വിശദീകരിക്കണില്ല. അൻ അബീ സഈദിൽ ഖുദ്രി ഖാല ഖാല റസൂലുള്ളാഹി ലാ തഖൂമുസ് സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല ഹത്താ തുംല അൽ അർളു ളുൽമൻ വഉദ്വാനാ, ഭൂമിയിൽ അക്രമവും ശത്രുതയും നിറക്കപ്പെടുന്നത് വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല. എന്നിട്ടോ പിന്നെ എന്റെ അഹ്ലു ബൈത്തിൽ നിന്ന് പുറപ്പെടും മൻ ഒരാൾ, ഭൂമിയിൽ നീതി നിറക്കുന്ന ഒരാൾ എന്റെ തലമുറയിൽ നിന്ന് പുറപ്പെടുന്നതാണ്. ആദ്യം ഭൂമിയിലാകെ തിന്മയും അക്രമവും വ്യാപിക്കും. പിന്നെ നീതി നിറക്കുന്ന ഒരാൾ എന്റെ തലമുറയിൽ, എന്റെ സമുദായത്തിൽ, എന്റെ കുടുംബത്തിൽ നിന്ന് രംഗത്ത് വരുമെന്ന് മുഹമ്മദ് നബി. ഈ ഹദീസ് ഇബ്നു ഹിബ്ബാൻ തന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ് സിയർ അഅ്ലാമിൻ നുബലായിൽ ഇമാം ദഹബി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഹാഫിദ് ദഹബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ് ഇമാം ഹാക്കിം തന്റെ മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെറുതെ പറയല്ല, ഒരുപാട് റിവായത്തുള്ള ഹദീസാണിത്, ശ്രദ്ധിക്കണം. ആ മനുഷ്യന്റെ രൂപം വരെ റസൂലുള്ളാഹി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് മിഥ്യാസങ്കല്പമല്ല. അഹ്ലു ബൈത്ത് മുറിയുമെന്ന് വിചാരിക്കുന്നവർക്ക് ഇത് മിഥ്യാസങ്കല്പമാണെന്ന് പറയേണ്ടി വരും. ഇത് മിഥ്യാസങ്കല്പമല്ല, ശ്രദ്ധിക്കണം. അൻ അബീ സഈദിൽ ഖുദ്രി റളിയല്ലാഹു അൻഹു قال قال رسول الله صلى الله عليه وسلم المهدي مني من أجل الجبهة وأقنى الأنف. നെറ്റിത്തടം വളരെ വിശാലമായ, മിൻ അജ്ലൽ ജബ്ഹത്തി, നെറ്റിത്തടം വളരെ വിശാലമായ ആളാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. പിന്നെ വഅഖ്നൽ അൻഫി, നീണ്ട് വളഞ്ഞിട്ടുള്ള ആളുമാണ്. ഒരു ഭാഗത്തേക്ക് ചെരിയ എന്നിട്ട് നീളുകയും ചെയ്യാം. മൂക്ക് നീളുക എന്നത് ബുദ്ധിയുടെ ലക്ഷണവും പെരടി തടിക്കുക എന്നത് വിഡ്ഢിത്തത്തിന്റെ ലക്ഷണവുമാണ്. അങ്ങനെയാണ്. സ്വഹാബികൾക്ക് അങ്ങനെ പതിവുണ്ടായിരുന്നു. അന്ത അരീദുൽ ഖഫ, വല്ല വിഡ്ഢിത്വം പറഞ്ഞു അന്ത അരീദുൽ ഖഫ, നിന്റെ പെരടിക്ക് വീതി കൂടുതലാണ് എന്ന് പറയും. മനസ്സിലാവണില്ല, നമ്മളൊന്നും ആവാൻ വേണ്ടി പറയല്ല മനുഷ്യന്മാർ. ഓരോരുത്തരും പെരടിയിലേക്ക് മീറ്റർ വെച്ച് നോക്കണ്ട, ഓരോരുത്തരും ബാക്കിലേക്ക് നോക്കുകയാണ്. അങ്ങനെയാണ് മൂക്ക് നീള എന്നുള്ളത്. അങ്ങനെയാണ് ബുദ്ധിയുള്ളവർക്ക്. അത് മുസ്ലിം ആയിക്കോണമെന്നില്ല. ഇന്ത്യ രാജ്യത്ത് മൂക്ക് നീണ്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, എല്ലാവരും മൂക്ക് കയറിട്ട് കൊണ്ടുവന്നില്ലേ കുറേ കാലം. എന്താ നിങ്ങളൊരു മനുഷ്യന്മാരാണോ? ഇന്നലെ കണ്ടില്ലേ? അതിലൊക്കെ പാടുണ്ട്. മൂക്ക് നീള അതൊരു ബുദ്ധിത്വത്തിൻ്റെ ലക്ഷണമാണ്, ബുദ്ധിയാ. അങ്ങനെയാണ്. അല്ലാതെ പുറം പെരടിയും കൂടി ഇങ്ങനെ ആയിട്ടില്ല അറക്കാൻ കൊണ്ടുവന്ന കാളിനെ പോലെ നടക്കാന്ന് പറഞ്ഞാൽ മന്ദനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവും ശരീരത്തിന് തന്നെ. മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു നെറ്റിത്തടം വിശാലമായ ആളാണ്. ഹബീബായ നബി നെറ്റിത്തടം വിശാലമായ ആളായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂക്ക് നീണ്ട് ഒരൽപ്പം ചെരിവുള്ള, നീണ്ട് കൂർത്തരും ഒരൽപ്പം ചെരിവുള്ളതും ആയതിനാണ് അക്ന എന്ന് പറയും. അക്നൽ അംഫി, കുറച്ച് നീണ്ട് കൂർത്ത ഒരു മൂക്കാണ്. യംലഉൽ അർള ഖസ്തൻ വഅദ്ല, ഭൂമിയിൽ അദ്ദേഹം, ബഹുമാനപ്പെട്ടവർ ഭൂമിയിൽ നീതി നടക്കും. ഭൂമിയിൽ അക്രമം വ്യാപിക്കപ്പെട്ടതുപോലെ അദ്ദേഹം നീതി നടത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇത് അബൂദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, തുർമുദി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഹദീസ് സ്വഹീഹാണെന്ന് ഇന്ന്
ഏറ്റവും വലിയ ഹദീസ് ചിന്തകൻ എന്ന് ചിലരെങ്കിലും പറയുന്ന നാസിറുദ്ദീനുൽ അൽബാനി പോലും ഈ ഹദീസ് തന്റെ സിൽസിലത്തു സ്വഹീഹയിൽ സ്വഹീഹാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൈ കഴുകാൻ ആർക്കും നിർവാഹമില്ല. ഈ ഹദീസ് സ്വഹീഹാണെന്ന് നാസിറുദ്ദീനുൽ അൽബാനി പോലും പറഞ്ഞിരിക്കുന്നു. ആധുനിക ഹദീസ് ചിന്തകന്മാരിൽ ഒരാളായി പലരും ഉയർത്തി കാണിക്കുന്ന ആളാണല്ലോ നാസിറുദ്ദീനുൽ അൽബാനി. അയാൾ പോലും ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിരിക്കുന്നു. സിൽസിലത്തു സ്വഹീഹയിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേട്ടോളൂ ഒരു ഹദീസ്, കേട്ടോളൂ മറ്റൊരു ഹദീസ്. ഈ ഹദീസും അൽബാനി സഹീഹാക്കിയ ഹദീസാണ്. അബൂദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അൽബാനി എന്ന് പറയുന്നത് ഇവിടെ ചില ആളുകളൊക്കെ അതൊന്നും ഇല്ലാന്ന് വിചാരിക്കണ്ട. അൽബാനിന്റെ സിൽസിലത്ത് സ്വഹീഹയിലുണ്ട്. ആരെ കയ്യിലുണ്ടെങ്കിലും ഇല്ല കയ്യിലുണ്ട്. അൽബാനിയുടെ സിൽസിലത്ത് സ്വഹീഹയിലും ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഏതാ ഹദീസ്? ഖാല റസൂലുള്ളാഹി, മുസ്തഫ നബി പറഞ്ഞു, ലൗലം യബ്ഖ മിനദ്ദഹരി ഇല്ലാ യൗമുൻ, ലോകം അവസാനിക്കാൻ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളെങ്കിലും യബ്അസുല്ലാഹു റജുലൻ മിൻ അഹ്ലി ബൈതി, എൻ്റെ കുടുംബത്തിൽ ഒരാളെ പറഞ്ഞേക്കുന്നതാണ്. യംലഉഹാ അദ്ലാ. നിങ്ങൾക്ക് മനസ്സിലാവണില്ല? നിങ്ങൾ എൻ്റെ കൂടെ അല്ലേ? നിങ്ങൾ എൻ്റെ ഒപ്പല്ലേ? മനസ്സിലാവണില്ല നിങ്ങൾക്ക്? ഈ ഭൂമി അവസാനിക്കാൻ ഇനി അതങ്ങളിൻ്റെ ഒപ്പല്ലാന്ന് ഞാൻ പറഞ്ഞത്. എനിക്കറിയാം, റേഞ്ച് വിടുന്ന സമയത്ത് എനിക്കറിയാം. മനസ്സിലായില്ലേ? ഈ ഭൂമി അവസാനിക്കാൻ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ എങ്കിൽ പോലും അമേരിക്കയുടെ ഇമ്പാച്ചി ഒന്നും നിലനിൽക്കുന്നു വിചാരിക്കണ്ട. അതൊന്നും നിലനിൽക്കൂല. എന്തുകൊണ്ട്? ഭൂമിയിൽ ചിലരെ കൊണ്ട് പ്രതിരോധിക്കുക എന്നത് അള്ളാഹുവിന്റെ രീതിയാണ്. ഇല്ലെങ്കിൽ ഭൂമി താറുമാറായി പോകും. ഇത് ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം. അതുകൊണ്ട് അള്ളാഹു ചിലരെ കൊണ്ട് ചിലരെ പ്രതിരോധിക്കും. മനസ്സിലാവണില്ലേ പറഞ്ഞത്? അങ്ങനെയല്ലേ? വലിയ വിളയാട്ടമായിരുന്നു ഒരു കാലത്ത് മധ്യേഷ്യയിൽ. ജാലൂത്തിനെ തരിപ്പണമാക്കിയതാരാ? സദ്വായ ദാവൂദ്. അന്ന് നബിയല്ല, അന്ന് റസൂലല്ല, അന്നൊരു സാധാരണക്കാരനായ പട്ടാളക്കാരൻ. വാള് പോലും കയ്യിലില്ല. ആകെ കയ്യിലുണ്ടായിരുന്നത് ഒരു ചവണ എന്ന് പറയും, കവണ എന്ന് പറയും. ചവണ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ എറിയും. നിങ്ങൾക്കറിയൂലേ? എന്താ നിങ്ങളൊന്ന് നോക്കി? ഇങ്ങനെ കവണ എന്ന് പറയും, ചില സ്ഥലത്ത് ചവണ എന്ന് പറയും. അങ്ങനെയാണ്. ഏണി എന്നും പറയുമല്ലോ, എന്നും പറയുമല്ലോ. എന്നതുപോലെ അങ്ങനെ കൂട്ടിക്കോളും. എന്താ ശരി എല്ലാവർക്കും അങ്ങനെ പറഞ്ഞോളൂ. എന്നതുപോലെ അങ്ങനെ അങ്ങനെയാ. ഫഹസമൂഹും ബിഇذനില്ലാഹ് വഖതല ദാവൂദു ജാലൂത്ത് വഅതാഹുല്ലാഹുൽ മുൽക വൽ ഹിക്മ വഅല്ലമഹു മിമ്മാ യശാഅ ولولا دفع الله الناس بعضهم ببعض لفسدت الأرض ولكن الله ذو فضل على العالمين تلك آيات الله نتلوها عليك بالحق وإنك لمن المرسلين. سورة البقرة. ജാലൂത്ത് വലിയ ശക്തിയായി ഇങ്ങനെ വരികയായിരുന്നു. അക്രമി. ഇന്നത്തെ ജോർജ് ബുഷിന്റെ മറ്റൊരു പതിപ്പ്. അപ്പോഴാണ് സയ്യിദുനാ ദാവൂദിനെ അയച്ചത്. കവണ മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെ കുലുക്കിയിട്ട് 2 ലക്ഷത്തോളം വരുന്ന പട്ടാളത്തിന്റെ അധിപനായിരുന്നു ജാലൂത്ത്. 2 ലക്ഷത്തോളം വരുന്ന പട്ടാളത്തിന്റെ അധിപനായിരുന്നു അന്ന് ജാലൂത്ത്. ദ്വന്ദ്വ യുദ്ധം തുടങ്ങി. ആദ്യം ദാവൂദും അലൈഹിസ്സലാം ജാലൂത്ത് തമ്മിൽ ഒറ്റയേറ്. കല്ല് ഇവിടെ തട്ടി അവിടെ വീണു. അപ്പം ചത്തു. ആര്? ജാലൂത്ത്. നേതാവ് ചത്ത പിന്നെ അനുയായി വാക്കിയോ? 2 ലക്ഷത്തോട് യുദ്ധത്തിന് പോയത് 313 ആളുകളാ. അതാ രസം. 2 ലക്ഷത്തോട് യുദ്ധത്തിന് പോയത് 313. താലൂത്തിന്റെ നേതൃത്വത്തിൽ റളിയല്ലാഹു അൻഹു. മഹാനായ വലിയായിരുന്നു താലൂത്ത് റളിയല്ലാഹു അൻഹു. താലൂത്തിന്റെ മോളാണ് മഹാനായ സുലൈമാൻ നബിയുടെ ഉമ്മ അലൈഹിസ്സലാം. മനസ്സിലാവും? ജാലൂത്തല്ല, ജാലൂത്ത് അക്രമിയായിരുന്നു. അക്കാലത്തെ ശത്രുക്കളുടെ നേതാവാണ് ജാലൂത്ത് ലഅനത്തുല്ലാഹി അലൈഹി. ശത്രുക്കൾക്കെതിരെ ശംബീൽ നബി അയച്ച പടയുടെ സൈന്യാധിപനായ വലിയും ധീരയോദ്ധാവും വലിയുമാണ് സയ്യിദുനാ താലൂത്ത് റളിയല്ലാഹു അൻഹു. വലിയൻ ലൈസ ബിനബിയ്യിൻ, നബിയല്ല, കാന വലിയൻ, ഒരു വലിയായിരുന്നു. ആര്? മഹാനായ താലൂത്ത് റളിയല്ലാഹു. പോയി
അതിലൊരു സാധാരണ പട്ടാളക്കാരനാണ് സയ്യിദുനാ ദാവൂദ്. അങ്ങനെയാ പറഞ്ഞത്. എന്നിട്ടോ അള്ളാഹു അവരെ സഹായിച്ചപ്പോൾ 313 ആളുകൾ 2 ലക്ഷത്തോടെ യുദ്ധത്തിന് പോയി. എന്നിട്ട് 312 ആളുകൾ എന്ത് ചെയ്യുന്ന അറിയോ? കണ്ടിരുന്നു. ഒരാള് യുദ്ധം ചെയ്തു, 2 ലക്ഷം പാഞ്ഞു. എന്തുകൊണ്ട്? അവിടെ അങ്ങോട്ട് അണ്ടർലൈൻ ചെയ്യണം. എന്ത്? നിങ്ങൾക്ക് മനസ്സിലായോ കാര്യം? ലോക ചരിത്രത്തിൽ ഇതിനേക്കാൾ വലിയ അത്ഭുതം എന്താണ്? 2 ലക്ഷത്തോടെ യുദ്ധത്തിന് പോയി 313. എന്നിട്ട് 312 ആളുകളും യുദ്ധം കണ്ടിരുന്നു. ഇതൊന്ന യുദ്ധം തുടങ്ങിയത് ആദ്യം ദാവൂദും ജാലൂത്തും തമ്മിൽ 2 സൈന്യവും കണ്ടിരിക്കുക. 2 ലക്ഷം 312 കണ്ടിരുന്നു. യുദ്ധം തുടങ്ങി. കവണ പിടിച്ചിട്ട് ഓറ്റേർ ചത്തു വീണു. നേതാവ് ചത്ത പിന്നെ പേടിത്തൊണ്ടന്മാരായ അനുയായി ബാക്കിയോ പാഞ്ഞു. അള്ളാഹു അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ടവർക്ക് നുബുവത്ത് കൊടുത്തു, ധനം കൊടുത്തു, ഇൽമു കൊടുത്തു, എല്ലാം കൊടുത്തു. സർവസൈന്യാധിപനായിരുന്നു ത്വാലൂത്ത്. ത്വാലൂത്തിന്റെ മോളെ കല്യാണം കഴിച്ചു. പിന്നെ ആ സമൂഹത്തിന്റെ അധികാരം തന്നെ ദാവൂദ് നബിയിൽ വന്നു. അതിലുള്ള മകനാണ് ആര്? സയ്യിദുനാ സുലൈമാൻ. എന്നിട്ട് അവിടെ പറയുന്നുണ്ട് ആരൊക്കെ എത്ര വലിയവനായി വന്നാലും കണ്ടല്ലോ 20-ാം നൂറ്റാണ്ടിൽ, കണ്ടിട്ടുണ്ടല്ലോ 20-ാം നൂറ്റാണ്ടിൽ ഗ്യാസ് ചേംബറിലിട്ട് ബുഹൻവാൾഡിലെയും ഫ്രാങ്ക്ഫർട്ടിലെയും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ലക്ഷക്കണക്കായ മനുഷ്യരെ നിമിഷാർത്ഥം കൊണ്ട് കൊലപ്പെടുത്തിയവനുണ്ടായിരുന്നല്ലോ അഡോൾഫ് ഹിറ്റ്ലർ. ചത്തുപോയില്ലേ? നിമിഷങ്ങൾ കൊണ്ട് നിന്യനായി ചത്തുപോയി. എന്തുകൊണ്ട്? ഇവന്റെ അവസാനത്തെ നേരത്തെ കത്തൽ മാത്രമാണ്. ഇവന്റെ ദൗലത്ത് ഒരിക്കലും ഇനി ഇവിടെ നിലനിൽക്കുകയില്ല. അമേരിക്കക്കാരന്റെ ദൗലത്ത് നിലനിൽക്കുകയില്ല. അത് നിലനിൽക്കില്ല. എന്തുകൊണ്ട്? ഭൂമി സ്വയം തന്നെ അതിനെ റിജക്ട് ചെയ്യും. ഭൂമിക്കൊരിക്കലും ഇത്തരം അധികാരികളെ കൂടുതൽ കാലം പൊറുപ്പിച്ചു നിൽക്കാൻ കഴിയില്ല. ഭൂമി അല്ലാഹു തആല വമാ ഖലഖനസ് സമാവാതി വൽ അർള വമാ ബൈനഹുമാ ലാഇബിൻ മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽ ഹഖ്. സത്യത്തോടും ധർമ്മത്തോടും ബന്ധപ്പെടുത്തിയാണ് ഈ പ്രപഞ്ചത്തെ അല്ലാഹു തആല പടച്ചിട്ടുള്ളത്. അധർമ്മം വല്ലാതെയൊന്നും ഈ ഭൂമിയിൽ നിലനിൽക്കുകയില്ല. അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വളരെ ചിന്തിക്കണം. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളായി പറയുന്നത്. എന്നിട്ടോ ലം യബ്ഖ മിനദ് ദുനിയ. വേറെ ഒരു ഹദീസ് ഇത് ഇമാം ത്വബറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞ അബൂ ദാവൂദ് രേഖപ്പെടുത്തി, അൽബാനി ഒന്നും സ്വഹീഹ് എന്ന് പറയുന്നുണ്ട്. ത്വബറാനി രേഖപ്പെടുത്തിയ വേറെ ഒരു ഹദീസ് അൻ അബീ ഹുറൈറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. ഞാൻ എന്തിനാ അതൊക്കെ പറഞ്ഞറിയാം? ഇതൊക്കെ മിഥ്യാധാരണയാണ് എന്ന് തീരെ ബോധമില്ലാത്ത ചില ആളുകൾക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ട് ചില ആളുകൾക്കൊക്കെ. അവർക്ക് അള്ളാഹു ഇല്ല, ഖുർആനും ഇല്ല, അവർക്ക് തോന്നിയ ഖുർആൻ ഹദീസിനെ സ്വീകരിക്കൂല. അങ്ങനെയൊക്കെ ചില ആളുകളുണ്ട്. അവർ ചിന്തിക്കണം, നന്മയിലേക്ക് മടങ്ങണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹദീസ് അംഗീകരിക്കുന്നവരെ ഈ പറയുന്നത് അംഗീകരിക്കണം. ഹദീസ് അംഗീകരിക്കാത്തവരെ ഖുർആൻ അംഗീകരിച്ചാൽ സ്വീകരിക്കുകയില്ല. മൂന്ന് കാര്യത്തോടു കൂടെ അല്ലാതെ സ്വീകരിക്കുകയില്ല. തുർമദി അനിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ല? അൻഹുമ. മനസ്സിലായില്ലേ? മൂന്ന് കാര്യത്തോടു കൂടെ അല്ലാതെ സ്വീകരിക്കുകയില്ല. എങ്ങനെ? ഏതൊക്കെ? ഒന്ന്, ഇതാഅത്തുല്ലാഹി ലാ തുഖ്ബലു ഇല്ലാ മാ ഇതാഅത്തിർ റസൂൽ. റസൂലിനെ വഴിപ്പെടാത്ത ഒരാൾ അല്ലാഹു വഴിപ്പെട്ടാൽ സ്വീകരിക്കൂല. ഒന്ന്. രണ്ട്, ലാ യുഖ്ബലു ശുക്റുല്ലാഹി ഇല്ലാ മാ ശുക്രി വാലിദൈഹി. മാതാപിതാക്കൾക്ക് നന്ദി ചെയ്യാത്തവർ അല്ലാഹുക്ക് നന്ദി ചെയ്താൽ സ്വീകരിക്കുകയില്ല. മൂന്ന്, ലാ തുഖ്ബലു സ്വലാത്തു ഇല്ലാ മഅ സകാത്തി. സകാത്ത് കൊടുക്കേണ്ട ആളുകൾ സകാത്ത് കൊടുക്കാതെ നിസ്കരിച്ചാൽ സ്വീകരിക്കുകയില്ല. കെത്തി കൂട്ടിയിട്ട് ഞാൻ കേറ്റിയതാണ് ഈ ആഴ്ചത്. അതോടെ പറയേണ്ടതല്ല, കേറ്റിയതാണ്. മനസ്സിലാവുമല്ലോ എന്തിനാ ഞാനത് കേറ്റിയതാണ്. അതവിടെ പറയേണ്ടതല്ല, അതിന് ചെറിയൊരു ഭാഗം പറഞ്ഞാൽ മതി. ഞാൻ കെത്തി കുട്ടിയാണ്, കേറ്റിയതാണ്. എല്ലാവരും
നിസ്കാരം നോമ്പൊക്കെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ബെൽറ്റാണ് തുറന്നിട്ട് അത് കൊടുത്തേക്ക് അങ്ങനെ കൊടുത്തേക്ക് അടുത്താണ് കൊടുത്തിട്ട്. അല്ലാതെ വെറുതെ നോമ്പ് വെച്ചിട്ട് ആയത്തിൽ കുറിച്ച് ഓതിയിട്ട് കണ്ണീര് ഒപ്പിയിട്ട് പോയതുകൊണ്ടൊന്നും സ്വർഗ്ഗം കിട്ടുമെന്ന് വിചാരിക്കണ്ട. ഉറുപ്പ്യ അത് കൊടുക്കി, ഇങ്ങനെ കൊടുക്കി, പാവപ്പെട്ടവർക്ക് കൊടുക്കി, പാവപ്പെട്ടവന് പോക്കറ്റ് തുറക്കി. ആയത്തിൽ കുറിച്ച് ഓടാൻ വലിയ ചിലവൊന്നുമില്ല, ഉറുപ്പ്യ കൊടുക്കാൻ ചിലവുണ്ട്. അത് പോക്കറ്റാണ് തുറന്നാൽ കിട്ടൂല. മറ്റൊക്കെ നല്ലതാ, എല്ലാം നല്ലതാ, ആയത്തുകുറിസിയും നിസ്കാരമൊക്കെ നല്ലതാ. പക്ഷെ ഇത് പറഞ്ഞത് അള്ളാന്റെ റസൂലാണ്. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ തൊട്ട് റിപ്പോർട്ട്, ലാ തുഖ്ബലു സ്വലാത്തു ഇല്ലാ മഅ സകാത്തി. സകാത്ത് കൊടുക്കാത്തവൻ നിസ്കരിച്ചാൽ സ്വീകരിക്കുകയേ ഇല്ല. വളരെ ചിന്തിക്കണം. ഹബീബ്, നീ സക്കാത്ത് കൊടുക്കാൻ ഇല്ലാത്തവർ സദക്ക കൊടുക്കണം. റമദാനാണ്. ഹബീബായ റസൂലുള്ളാഹിക്ക് സക്കാത്ത് ഇല്ലായിരുന്നു. എന്നിട്ടും കാന അജ്വദന്നാസി ബിൽ ഖൈരി ഫീ റമളാന മിനർ റീഹിൽ മുർസല. അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ധർമ്മം കൊടുക്കുന്നവനായിരുന്നു മുഹമ്മദ് നബി, റമളാനിലെ മുഹമ്മദ് നബി എന്ന് സ്വഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലായോ? കാന അജ്വദന്നാസി ബിൽ ഖൈരി. റസൂലുള്ളാഹിന്റെ വീട്ടില് എന്തുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. കാരക്കയും വെള്ളവും കുടിച്ചവരായിരുന്നു അവർ. എന്നാൽ പോലും റമളാനിൽ അജ്വദന്നാസി ഫീ റമളാന, റമളാനിൽ ഏറ്റവും ധർമ്മം കൊടുത്തിരുന്ന റസൂലുള്ളാഹിയായിരുന്നു. മിനർ റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ. അടിച്ചു വീശുന്ന കാറ്റിനെ ഉപമിക്കാൻ കാരണം എന്താ? ഒരു കാറ്റടിച്ചാൽ അത് തട്ടാത്ത ഒരാളും ഉണ്ടാവില്ല എന്നതുപോലെ മിനർ റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ റമളാനിൽ ധർമ്മം കൊടുത്തവനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഞാൻ എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയാ പറഞ്ഞു. ലൗലം യബ്ഖ മിനദ് ദുനിയ ഇല്ലാ ലൈല ലമലക ഫീഹാ റജുലുൻ മിൻ അഹ്ലി ബൈതി. തുബ്രാനി. ഞാൻ വിശദീകരിക്കും. ഒരു ഹദീസ് കൂടി പറയാ. അത് അബൂദാവൂദ്, തുർമുദി, തുബ്രാനി ഒക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹിഹാണ്, അൽബാനിയും പറയുന്നുണ്ട്. അനി ഇബ്നു മസ്ഊദിൻ ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗലം യബ്ഖ മിനദ് ദുനിയ ഇല്ലാ യൗമുൻ, ഒരു ദിവസമല്ലാതെ ലോകത്ത് ദുനിയാവിൽ ബാക്കിയില്ലെങ്കിലും തവ്വലല്ലാഹു ദാലികൽ യൗമ, ആ ദിവസത്തെ അല്ലാഹു നീട്ടുന്നതാണ്. ഹത്താ യബ്അസ ഫീഹി റജുലൻ മിൻ അഹ്ലി ബൈത്തി റസൂലില്ലാഹ്. എന്നിട്ടെങ്കിലും ഹബീബായ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട മഹ്ദിയെ പറഞ്ഞേക്കുന്നതാണ്. യുവാതിഉ ഇസ്മുഹു ഇസ്മി വസ്മു അബീഹി ഇസ്മ അബീ. അദ്ദേഹത്തിന്റെ പേര് എന്റെ പേരിനോടും അദ്ദേഹത്തിന്റെ ബാപ്പാന്റെ പേര് എന്റെ ബാപ്പാന്റെ പേരിനോടും യോജിക്കുമെന്ന് റസൂലുള്ളാഹി. മനസ്സിലായില്ലേ? അബൂദാവൂദ്, തുർമുദി ഒക്കെ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു. മനസ്സിലാവണില്ലേ നിങ്ങൾക്ക് പറഞ്ഞത്? ബഹുമാനപ്പെട്ടവരുടെ പേര് എന്റെ പേരിനോടും അവിടുത്തെ ബാപ്പാന്റെ പേര് എന്റെ ബാപ്പാന്റെ പേരിനോടും യോജിക്കുമെന്ന് ഹബീബായ നബി വരും. ഉറപ്പാണ്. എല്ലാം പറഞ്ഞു. അതിനിടയ്ക്ക് ചില ആളുകളൊന്നും മെനക്കെട്ടിട്ടുണ്ട് മഹ്ദി ആവാൻ. അയാൾക്ക് അതിന് നടക്കാമെന്നും എന്ന് മനസ്സിലാവുന്നുണ്ട്. മെനക്കെട്ട ഒരാളുണ്ടല്ലോ, അറിയില്ലേ? ആരെ? മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി, ഞാനാണ് മഹ്ദി എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. ഏനത്തിലുണ്ട്, കഫറാണ്, ഏനത്തിലുണ്ട്. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പഠിച്ചോനെ അത്തരം അവസ്ഥകളെ തൊട്ടൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയാണ്. ഞാനാണ് മഹ്ദി, ഞാനാണ് ഈസ, ഞാനാണ് മറിയം, എല്ലാം അയാൾ തന്നെയായിരുന്നു. അയാൾക്ക് സ്വക്കടയിരുന്നു, അയാൾക്ക് പ്രാന്തായിരുന്നു. അങ്ങനെ പിന്നെ കൂടിപ്പോയതാണ്. ഒരു പ്രാന്തൻ്റെ പിന്നാലെ അങ്ങോട്ട് കൂടി ഹിസ്റ്റീരിയ ബാധിച്ച ഒരു പെണ്ണുണ്ടായല്ലോ ഇവിടെ, ഈ എന്താ പറയുക, കാവനൂർ, അതിൻ്റെ പിന്നാലെ കൂടി. അങ്ങനെ ഈ പ്രാന്തന്മാരെ പിന്നാലെ എങ്ങനെ കൂടി, അങ്ങനെ ഖാദിയാനികൾ അതിൻ്റെ പിന്നാലെ കൂടിയതാണ്. അയാൾ പറഞ്ഞു ഞാനാണ് മഹ്ദി എന്ന് പറഞ്ഞു. അങ്ങനെ ആളുകൾ മഹ്ദി ആണെങ്കിൽ നിങ്ങളെ പേര് പിന്നെ മുഹമ്മദ് ആവണ്ടേ, നിങ്ങളെ വാപ്പാൻ്റെ പേര് അബ്ദുള്ള ആവണ്ടേ. ഒപ്പിച്ച് നോക്കുമ്പോൾ അതൊക്കെ ഇല്ല. അപ്പോൾ പിന്നെ അയാൾ പറഞ്ഞു മേ ബി ഈസാഹും, ഞാൻ തന്നെയാണ് ഈസ എന്നത്. അപ്പം നിങ്ങൾ ഈസയാവണമെങ്കിൽ നിങ്ങളെ ഉമ്മ ചിറാഗ് ബീവി ആണല്ലോ, നിങ്ങളെ ഉമ്മ മറിയം അല്ലല്ലോ. ഈസയാകണമെങ്കിൽ ഉമ്മ മറിയം ആവണ്ടേണ്. അപ്പോൾ പറഞ്ഞു മേ ബി മഹ്ദി ഹൂ, മേ ബി മറിയം ഹൂം, മേ ബി ഈസാ ഹൂം. ഞാൻ തന്നെയാണ് മഹ്ദി, ഞാൻ തന്നെയാണ് ഈസ, ഞാൻ തന്നെയാണ് മറിയം. ഒക്കെ ആണും പെണ്ണും ഒക്കെ ഞാൻ തന്നെയാണ്. എല്ലാം ഇയാൾക്ക് സ്വക്കടയായിരുന്നു, ഇയാൾക്ക് കിളിങ്ങതായിരുന്നു.
ഞങ്ങൾക്ക് കിൽക്കാൻ പറ്റിയത്. അതിൻ്റെ പിന്നാലെയാണ് കൂടിപ്പോയി കുറേ ആളുകൾ. അല്ലാഹു തആല അതിനെ തൊട്ട് കാത്തി രക്ഷിക്കുമാറാകട്ടെ. വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഏതെങ്കിലും ആൾക്ക് മുമ്പ് ഹറം ആക്രമിക്കാൻ ജുഹൈമാൻ എന്നൊരാൾ വന്നു. അയാൾ മഹദിയാന്ന് വായിച്ചിരുന്നു. അയാൾ മഹദി ആവൂല. എന്തുകൊണ്ട്? അദ്ദേഹത്തിന്റെ പേര് എന്റെ പേരിനോടും അദ്ദേഹത്തിന്റെ ബാപ്പാന്റെ പേര് എന്റെ ബാപ്പാന്റെ പേരിനോട് യോജിക്കണമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണം. يخن خروج المهدي إنما سيكون بعد ظهور الظلم والجور في الدنيا وغلبها على الحق. ابن حبان عن جابر عن محمد بن علي قال إن للمهدي آيتين. ശ്രദ്ധിക്കേണ്ട കാര്യ, മഹദി വരുന്ന കൊല്ലത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. എന്താ പ്രത്യേകത? ലം തകൂന മുൻദു ഖലഖസ് സമാവാതി വൽ അർളി. ആകാശഭൂമി പടച്ചതിന് ശേഷം ഉണ്ടാകാത്ത ഒരു അത്ഭുതം ആ കൊല്ലം ഉണ്ടാകും. എന്താണ്? തൻകസിഫുൽ ഖമറു ലിഅവ്വലി ലൈലത്തിൻ മിൻ റമളാൻ. റമളാനിലെ ആദ്യത്തെ രാത്രി ചന്ദ്രഗ്രഹണം ഉണ്ടാവും. ലക്ഷണം നമ്പർ 1 അങ്ങനെയാണ്. കൊല്ലം വരൂല. മനസ്സിലായില്ല? നിങ്ങൾക്ക് കൊല്ലം വരില്ല. എന്തുകൊണ്ട്? കൊല്ലം 1-ാം തീയതി ഉണ്ടായിട്ടില്ല. തങ്കസിബ് നോക്കണം. ഇമാം ദാറഖുത്നി ഹദീസ് ബി ഇസ്നാദിൻ ജയ്യിദിൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തങ്കസിബുൽ ഖമറു ലിഅവ്വലി ലൈലത്തിൻ മിൻ റമളാൻ. റമളാനിന്റെ ആദ്യത്തെ രാത്രി ചന്ദ്രഗ്രഹണം ഉണ്ടാവും. തീർന്നില്ല. വതങ്കസിഫു ശംസു ഫിൻ നിസ്ഫി മിൻ റമളാൻ. റമളാന്റെ പകുതിയിൽ സൂര്യഗ്രഹണം ഉണ്ടാവും. സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം തുടക്കത്തിന്റെ ദിവസത്തിൽ ചന്ദ്രഗ്രഹണം, പകുതിയിൽ സൂര്യഗ്രഹണം ഉണ്ടാവും. ഇതാണ് 2 ലക്ഷണങ്ങൾ. ലം തകൂന, ഈ 2 കൂടെ ഒന്ന് ഒത്തു വന്നിട്ടില്ല. ഹബീബായ നബി പറഞ്ഞു മുൻദു ഖലഖസ് സമാവാതി വൽ അർളി. മുൻദു ഖലഖസ് സമാവാതി വൽ അർള. ആകാശഭൂമിയെ അല്ലാഹു പടച്ചത് മുതൽ ഇങ്ങനത്തെ ഒരു സംഭവം ഒത്തു വന്നിട്ടില്ല. അത് ആയതാനി ലിളുഹൂരിൽ മഹദി. മഹദി പ്രത്യക്ഷമാകുന്നതിനുള്ള ഭൗതികമായ തെളിവാകുന്നു, അടയാളമാണ് എന്ന് ഹബീബായ നബി എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേറെയും ഹാക്കിം മുസ്തദറക്കിൽ രേഖപ്പെടുത്തിയ വേറൊരു അടയാളം. അനി ഇബ്നു മസ്ഊദിൻ ഖാല ഖാല റസൂലുള്ളാഹി ഇദാ കാന സ്വൈഹത്തുൻ ഫീ റമളാൻ. റമളാനിൽ ഒരു വലിയ അട്ടഹാസം ഉണ്ടാകും. വമസ്വൈഹത്തു യാ റസൂലല്ലാഹ്, ഏത് അട്ടഹാസമാണ് എന്നൊരിക്കൽ സ്വഹാബികൾ ചോദിച്ചു. ഖാല റസൂലുള്ളാഹ് പറഞ്ഞു അത് ഫിൻ നിസ്ഫി മിൻ റമളാൻ. റമളാനിലെ പകുതിയായാൽ ഒരു അട്ടഹാസം ഉണ്ടാവും, ഒരു വലിയ ശബ്ദം ഉണ്ടാവും. ലൈലത ജുമുഅത്തിൻ, ജുമുഅ രാത്രിയാണ് ഈ വലിയ ശബ്ദം ഉണ്ടാവുക. ഫതകൂനു ഹിദതുൻ, അതൊരു വലിയ മുഴക്കമായി ഭൂമിയിലെ എല്ലാവരെയും മൂടും. മാത്രമല്ല തൂഖിലുൻ നായിമ, ഉറങ്ങിക്കിടക്കുന്നവരെ വരെ അത് ഉണർത്തിക്കളയും. വതുഖ്രിജുൽ അവാതിഖ മിൻ ഖുദൂരിന്ന, കിടപ്പറയിലുള്ള പെണ്ണുങ്ങൾ വരെ കിടപ്പറ വിട്ടിട്ട് ഓടുന്നതാണ്. മാത്രമല്ല ആ ദിവസം ഫീ ലൈലത്തിൽ ജുമുഅ രാത്രിയിലാണ് ഇത് സംഭവിക്കുക. മാത്രമല്ല ആ കൊല്ലത്തിനും പ്രത്യേകതയുണ്ട്. ഫീ സനത്തിൻ കസീറത്തിസ് സലാസിലി, ഏറ്റവും ഭൂമി കുലുക്കം നടന്ന കൊല്ലമായിരിക്കും അത്. അങ്ങനെയാണ്, അന്ന് ഭൂമി കുലുക്കം കൂടിയ കൊല്ലമായിരിക്കും അത്. ആ സാഹചര്യത്തിൽ നിങ്ങൾ ഫജ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ മിയൗമിൽ ജുമുഅ, ജുമുഅ രാത്രി നിങ്ങൾ ജുമുഅ ദിവസം നിങ്ങൾ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫദ്ഖുലൂ ബുയൂതക്കും, വീട്ടിലേക്ക് കയറി പോവുക. വഅഗ്ലിഖു അബ്വാബക്കും, 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മഹ്ദി വരുന്ന സീസണിൽ ഉണ്ടാകുന്ന ചില ഭൗതിക അടയാളങ്ങളെ തന്റെ കണ്ടുകൊണ്ട് ഉമ്മത്തിനെ സമുദ്ധരിക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാതിലടക്കണം. വസുദ്ദൂകവാക്കും, നിങ്ങളെ വീട്ടിന്റെ ദ്വാരങ്ങളെ അടച്ചു വെക്കണം. വദസ്സിറു അൻഫുസക്കും, വസ്ത്രം നിങ്ങളെ പുറപ്പെട്ട് മൂടണം. വസുദ്ദു ആദാനക്കും, ചെവിയെ നിങ്ങൾ പൊത്തിപ്പിടിക്കുകയും വേണം. ഫഇദാ ഹസസ്തും ബിസ്വൈഹ, ആ അട്ടഹാസം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഫഖിറൂ ലില്ലാഹി സുജ്ജദാ സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ മുഴക്കം അവസാനിക്കുന്നവരെ ഭൂമിയിൽ സുജൂദിൽ വീഴണമെന്ന് ഖാല റസൂലുള്ളാഹി. ഇത് ഹാക്കിം തന്റെ മുസ്തദറക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നുഅയ്മ ബിൻ ഹമ്മാദ് തന്റെ കിതാബുൽ ഫിതൻ റളിയല്ലാഹു അൻഹുമ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. വീണ്ടും അടയാളുണ്ട്. വീണ്ടും നിങ്ങൾ പണ്ടല്ലോ അല്ലേ? വീണ്ടും അടയാളുണ്ട്. വീണ്ടും അടയാളം എന്താ? അൻ അംർ ബിൻ ശുഐബ് ഖാല ഖാല റസൂലുള്ളാഹി
എല്ലാ ഗോത്രങ്ങളും ഹജ്ജിന് വേണ്ടി വരും. അന്ന് മക്കയിൽ മിനയിൽ ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കവർച്ചയുണ്ടാവും. കവർച്ചയ്ക്ക് ഒരു സാധ്യത ഉണ്ടാവും. അന്ന് ഹജ്ജിന്റെ മണ്ണിൽ ഭരണം ഉണ്ടാവില്ല എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അഥവാ സൗദിയിൽ ഭരണം എന്നാണ് ഇന്ന് മനസ്സിലാവുന്നത്. സൗദിയിലെ രാജാവ് മരണപ്പെട്ടിരിക്കും എന്നാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പറഞ്ഞത് പിന്നെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ കൊല്ലം രാജാവ് മരണപ്പെടുകയും ഒരു അവരക്ഷിതാവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹാജിമാർ ആ കൊല്ലം കവർച്ച ചെയ്യപ്പെടുന്നതാണ്. അങ്ങനെ മിനയിൽ വലിയ ഒരു രക്തച്ചൊരിച്ചിലുണ്ടാവും. ഒരുപാട് ആളുകൾ ഹജ്ജിനിടയിൽ ഒരുപാട് ആളുകൾ കൊല ചെയ്യപ്പെടും. ഒരുപാട് ആളുകൾ മരിച്ചു പോകും. മിനയുടെ താഴ്വര മുഴുവനും രക്തപങ്കിലമാകും. ജംറത്തുൽ അഖബയിൽ പോലും രക്തം തളം കെട്ടി നിൽക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദി പ്രത്യക്ഷമാവുന്ന കൊല്ലം, അതായത് പൂർണ്ണമായ ഒരു അരക്ഷിതാവസ്ഥ ഭൂമിയിൽ അങ്ങോട്ട് സ്ഥാപിതമാകും. അതിന് ഉദാഹരണം പറയാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ശ്രദ്ധിക്കണം. ഹമ്മാദ് റളിയല്ലാഹു അൻഹു കിതാബുൽ ഫിതനിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം. ആ കൊല്ലമാണ് ഇമാം മഹദി റളിയല്ലാഹു. എല്ലാം പറഞ്ഞു, എല്ലാം. അതുകൊണ്ട് ഇനി വേറൊരു കള്ളന് വന്നിട്ട് ഞാനാണ് മഹദി എന്ന് പറയാനുള്ള ചാൻസ് ഇല്ല. ഇതൊക്കെ അടച്ചിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി. ശ്രദ്ധിക്കുക. നേരം വൈകിയോ? നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടല്ലോ അല്ലേ? ഒറ്റ ദിക്ർ വേഗം. ഇത് 2 മണിക്കൂർ തീരാത്ത വിഷയമുണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ശ്രദ്ധിക്കണം. യകൂനു ഇഖ്തിലാഫുൻ ഇൻദ മൗതി ഖലീഫ. ഒരു രാജാവ് മരിക്കുന്ന സമയത്തൊരു വലിയ അഭിപ്രായ വ്യത്യാസം ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടാവും. ഒരു രാജ്യം അതിന് മനസ്സിലാവുന്നത് അവിടെ അരക്ഷിതാവസ്ഥ ഉണ്ടാവുന്ന. ഇതിന് മനസ്സിലാവുന്നത് ഈ നാട് മിക്കവാറും സൗദി എന്ന് റസൂലുള്ളാഹി പറയുന്നില്ല. ഒരു രാജാവ് മരിക്കുമ്പോൾ അരക്ഷിതാവസ്ഥ ഉണ്ടാവും. അത് കാരണം ഇമാം ഉണ്ടാവില്ല എന്ന് വേറെ ഹദീസിലുണ്ട്. അത് കാരണമാണ് ഹജ്ജിൻ്റെ ഇടയിൽ എന്തുണ്ടാവും? പോലീസും പട്ടാളൊന്നും ഉണ്ടാവില്ല, കവർച്ചയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് സൗദി ആകാം എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇനി സൗദിയെ വേറെ വെട്ടിപ്പൊളിച്ചിട്ട് വേറൊരു ഭരണകൂടമോ ആകാം, അല്ലാഹു അഅലം. ഏതായാലും മിന ഉൾക്കൊള്ളുന്ന രാജ്യമാവാനാണ്, മക്ക ഉൾക്കൊള്ളുന്ന രാജ്യമാവാനാണ് സാധ്യത. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ഇത്തരം നാശങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളെ ഈമാനോടുകൂടി അള്ളാഹു മരിപ്പിക്കുമാറാകട്ടെ. ഫയഖ്റുജു റജുലുൻ മിൻ ഖുറൈശ് മിൻ അഹ്ലിൽ മദീന. അങ്ങനെ ഫയഖ്റുജു റജുലുൻ മിൻ ഖുറൈശിൻ, എൻ്റെ കുടുംബക്കാരനായ ഒരാൾ രംഗത്ത് വരും. മിൻ അഹ്ലിൽ മദീന, അദ്ദേഹം മദീനക്കാരനായിരിക്കുന്നതാണ്. ആര്? ഇമാം മഹ്ദി. ഇമാം മഹ്ദി മദീനക്കാരനാണ്. എപ്പോഴും ഖൈർ മദീനക്കാരാണ്. അങ്ങനെയല്ലേ? ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വആയത്തുൻ നിഫാഖി ബുഗ്ളുൽ അൻസാർ. അൻസാരികളെ സ്നേഹിക്കൽ ഈമാന്റെ ഭാഗമാണ്. അൻസാരികളോട് കോപിക്കൽ. മദീനക്കാരാണ് അൻസാരികൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? കേൾക്കണം. മദീനയിൽ നിന്ന് ആരെങ്കിലും കട്ടെടുത്തു പോയാൽ അവൻ മുസ്ലിം. മനസ്സിലാവണില്ല? ഹബീബായ നബി പറഞ്ഞു, മദീനയിൽ ഒരാൾ ഒരു സാധനം വിലയില്ലാതെ ഒരു സാധനം കട്ടെടുത്താൽ, മദീനയിൽ വല്ല മുതൽ ഒരാൾ കട്ടെടുത്താൽ അവന്റെ ധനം ഉപ്പ് വെള്ളത്തിൽ ഉരുകും പോലെ ഉരുകിപ്പോകുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മദീന? മദീന ഭയങ്കര. മദീന ഭയങ്കര. മദീനയിലെ ഓരോ വാതിൽക്കലും, മദീനയിലെ ഓരോ അങ്ങാടികളിലും, മദീനയിലെ ഓരോ മലമടക്കുകളിലും അനവധി മലക്കുകളെ അള്ളാഹു നിർത്തിയിട്ടുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി. മദീന ഭയങ്കര. മദീന മദീനത്തു മുഹമ്മദിൻ മുസ്തഫ റസൂലുള്ളാഹിന്റെ മണ്ണാണ്, പട്ടണമാണ്. അതിനെ നിന്ദിച്ചവൻ ഈ ഭൂമിയിൽ രക്ഷയുണ്ടാവില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ലോകാകെ നടക്കുന്ന ദജ്ജാൽ മദീനയിലേക്ക് വരും. പക്ഷേ ഉഹദ് പർവ്വതത്തിലേക്കാകുമ്പോഴത്തിന് തെന്നി വീണുപോവും. നടക്കില്ല. തന്റെ കാല് കൊണ്ട് അയാള് ഉഹദിന്റെ മണ്ണിൽ ചവിട്ടും. ദേഷ്യം കൊണ്ട് മദീനയെ കണ്ട് കടക്കാൻ കഴിയില്ല. മുഹമ്മദിന്റെ കൊട്ടാരമാണ് ആ കാണുന്നത്. അങ്ങോട്ട് എനിക്ക് പോണെന്ന് പറയും. എത്തൂല. മലക്കുകൾ അവനെ തടയുമെന്ന് ഖാല റസൂലുള്ളാഹി.
അതാ മദീന. മദീനക്കാരനാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. തന്റെ കുടുംബാണ് മദീനക്കാരനാണ്. അദ്ദേഹം മക്കയിൽ വന്ന് കൂടുമ്പോൾ ഈ കാര്യം അറിഞ്ഞ മക്കക്കാർ അദ്ദേഹത്തിന്റെ അരികിൽ വരും. എന്നിട്ടോ അവർ അദ്ദേഹത്തെ വെളിക്ക് കൊണ്ടുവരുകയും നിർബന്ധാവസ്ഥയിൽ അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്യുകയും ചെയ്യും. മനസ്സിലായില്ല? ഞാൻ നേതാവാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വരികയല്ല. മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹുവിനെ കുറിച്ച് ധാരണ അന്ന് സമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരു ആലിം മറ്റൊക്കെ ആയിരിക്കാം. ഇത് ഒരാളെ പറ്റി ഒരു ഖ്യാതി ഉണ്ടാവുമ്പോഴല്ലേ അയാളെ കുറിച്ച് അതിനൊക്കെ ചാൻസ് ഉള്ളൂ. അങ്ങനെ മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ മനാമ ബിശാറത്തുകളാകാം, അങ്ങനെയൊക്കെ ആവാം. അള്ളാന്റെ ഔലിയാക്കന്മാരായിരിക്കും. ഇമാം മഹ്ദിയെ കൊണ്ട് ആദ്യമായി ബൈഅത്ത് ചെയ്യുന്നത് അബ്ദാലുശ്ശാമി വ അഹ്ലു മക്ക. ഫലസ്തീനിലെയും ഇറാഖിലെയും ഫലസ്തീനിലെയും ലബനാനിലെയും സിറിയയിലെയുമുള്ള അള്ളാന്റെ ഔലിയാക്കന്മാര് അക്കാലത്ത് ജീവിക്കുന്ന ചുരുക്കം ചില അള്ളാന്റെ ഔലിയാക്കന്മാരായിരിക്കും ആദ്യമായി അദ്ദേഹത്തെ കൊണ്ട് ബൈഅത്ത് ചെയ്യലെന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, തൊബറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കണം, എൻ്റെ വകയല്ല കേട്ടോ, എൻ്റെ വകയല്ല. ഇതൊക്കെ ഒന്ന് എടുത്തു നോക്കൂ. നിർബന്ധാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ? നിർബന്ധാവസ്ഥയിൽ അദ്ദേഹത്തിന്റെ രംഗത്ത് കൊണ്ടുവരും, അദ്ദേഹത്തെ കൊണ്ട് ബൈഅത്ത് ചെയ്യും. ബൈനർ റുക്നി വൽ മഖാമി, ഹജറുൽ അസ്വദ് വെച്ച മൂലയുടെയും മഖാം ഇബ്രാഹിമിന്റെയും ഇടയിലായിരിക്കും ബൈഅത്ത് നടക്കുക എന്ന്. അവിടെ വെച്ച ബൈഅത്ത് നടക്കുക എന്ന്. فيبعثون إليه جيشا من أهل الشام. ഒരു വിഭാഗം ഷാമിലെ ഒരു വിഭാഗം ആക്രമികളായ ആളുകൾ അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരും. എന്നാൽ ഫയുഖ്സഫു ബിൽ ബൈദ എന്ന പ്രദേശത്ത് വെച്ച് അവരെ ഭൂമിയിലാഴ്ത്തപ്പെടും. അദ്ദേഹത്തിന്റെ അരികിലേക്ക് എത്താൻ കഴിയില്ല. അദ്ദേഹം അത്രയും വലിയ സമുന്നതനായ അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാനാവുന്നു. അദ്ദേഹത്തിന് എതിരെ പുറപ്പെട്ടവരൊക്കെ ഭൂമിയിലാഴ്ത്തപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ ഷാമിലെ അള്ളാന്റെ ഔലിയാക്കന്മാർ വരികയും ഇറാഖിലെ അക്കാലത്തെ ദീനിയായ നേതാക്കൾ വരികയും എന്നിട്ട് അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്യുകയും ചെയ്യും എന്ന് അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്യും എന്ന്. അബൂദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, തുബറാനി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്നു ഹിബ്ബാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ചൊല്ലിക്കൊള്ളൂ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ അല്ലാഹുമ്മ അത്ഖനി മിനൻ നാർ. വേറൊരു ഹദീസ് കേട്ടോളൂ, സ്വഹീഹ് മുസ്ലിം ഒരു ഹദീസ് കേട്ടോളൂ, ഒക്കെ പഠിച്ചോളൂ. ഇതൊന്നും എൻ്റെ വകയല്ല, എല്ലാം ഞാൻ അതിൽ കയറ്റുന്നത് വല്ല പഠിക്കാൻ തയ്യാറുള്ള ആളുകൾക്കും ഈ കാസറ്റ് റെഫറൻസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ഹദീസ് 2 ഹദീസ് നിങ്ങളോട് പറഞ്ഞാൽ മതി. ഞാൻ 4 ഹദീസ് തിരിയിൽ തള്ളിക്കയറ്റുന്നത് പഠിക്കണവരവിടെ കൊണ്ട് പഠിച്ചു നോക്കോട്ടെ. അള്ളാഹു തആല ഈ വിഷയത്തിൽ പഠനം നടക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യാം. പഠനം നിർത്താൻ പാടില്ല. പഠനം നിലച്ചു പോയാൽ പിന്നെ ഉമ്മത്തിന് എന്താ അർത്ഥമുള്ളത്? എല്ലാവരും പഠിക്കാൻ തയ്യാറാകണം. പ്രത്യേകിച്ച് പണ്ഡിത വിദ്യാർത്ഥികളൊക്കെ ഈ കാസറ്റ് ഒരു നിമിത്തമാകട്ടെ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ ഇത്രയും വിഷയം സ്വഹീഹ് മുസ്ലിമിന്റെ വേറൊരു ഹദീസ് ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് ഒരിക്കൽ റസൂലുള്ളാഹി ഉറങ്ങിക്കിടക്കവേ ഒന്ന് പേടിച്ച് വിറച്ചതുപോലെയായി, ഒന്ന് പേടിച്ചു. ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് സ്വനഅത ശൈഅൻ ഫീ മനാമിക, എൻ്റെ ഉറക്കിനിടയിൽ അങ്ങേക്ക് ഒരു പേടിയോ എന്തോ ഉള്ളതുപോലെ തോന്നിയല്ലോ കണ്ടത്. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അൽഅജബു, അത്ഭുതം കേൾക്കണോ. സ്വഹീഹ് മുസ്ലിം. മനസ്സിലാക്കണില്ലേ പറഞ്ഞത്? എൻ്റെ അത്ഭുതം. മക്കയിലേക്ക് വന്ന മിൻ ഖുറൈശിൻ ലജഅ ബിൽ ബൈതി, കഅബാലയത്തിൽ വന്ന് അഭയം തേടുകയും അവിടെ വെച്ച് ആളുകളെ ബൈഅത്ത് സ്വീകരിക്കുകയും ചെയ്ത ഒരാൾക്കെതിരെ ഒരിക്കൽ ഷാമികളായ ഫലസ്തീനികളും ഇറാഖികളുമായ ചില ഭൗതിക നേതാക്കന്മാർ സംഘം കെട്ടി രംഗത്ത് വരും. എന്നിട്ടോ
എന്നിട്ട് ഫഖുൽനാ യാ റസൂലല്ലാഹ് ഹത്താ ഇദാ കാനൂ ബിൽ ബൈദാഇ ഖുസിഫ ബിഹിം. നോക്കൂ, വളരെ ശ്രദ്ധിക്കണം. രണ്ട് കാര്യം ഞാൻ പറഞ്ഞത്. ഒന്ന്, അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്യും. രണ്ട്, അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്യാതെ എതിർക്കുന്ന ജനതകളെ ഭൂമിയിൽ ആഴ്ത്തപ്പെടും, പടകളെ ഭൂമിയിൽ ആഴ്ത്തപ്പെടും. അപ്പോൾ ബൈദ എന്ന സ്ഥലത്തെത്തുമ്പോൾ ഭൂമിയിൽ ആഴ്ത്തപ്പെടും. എവിടുന്ന് ഒരാക്കട പറയല്ല, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. ഫഖുൽനാ, അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്ന ത്വരീഖ ഖദ് യജ്മഉൻ നാസു ഫീഹി. വഴിയിൽ പല മനുഷ്യന്മാരുണ്ടാവുമല്ലോ, പലരുണ്ടാവുമല്ലോ നബിയെ. വൽ ഫീഹിൽ മുസ്തബ്സിറു വൽ മജ്ബൂറു വബ്നു സബീലി. പലരുണ്ടാവുമല്ലോ. ഒരു വഴിയിലുള്ളവരെ മുഴുവനും ഭൂമിയിലാഴ്ത്തപ്പെടുകയാണെങ്കിലോ. ഖാല റസൂലുള്ളാഹ്, റസൂൽ പറഞ്ഞു, ആ പട വരുന്ന വഴിയിലുള്ളവരെ ആഴ്ത്തപ്പെടും. ആ കൂട്ടത്തിൽ പലരുണ്ടാവാം, പടയിലുള്ളവരുണ്ടാവാം, പടയില്ലാത്തവരുണ്ടാവാം, എല്ലാവരും ഭൂമിയിൽ ആഴ്ത്തപ്പെടും എന്ന്. പിന്നെ അവരെ നീയത്തനുസരിച്ച് അള്ളാഹു പുനരുദ്ധാന നാളിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. എല്ലാവർക്കും ഒരു പാഠമാക്കും. അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരാൻ ആർക്കും സാധ്യമല്ല. അതായിരിക്കും ബൈഅത്തിന് ശേഷം നടക്കുന്ന ആദ്യത്തെ സംഭവം. സ്വഹീഹ് മുസ്ലിം. മുസ്ലിമിൽ ഇനി വേറൊരു ഹദീസ് കൂടിയാണ് പറയാ. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യബ്അസു ഇലൈഹിം ജയ്ഷുൻ. ആദ്യമായി അദ്ദേഹത്തിനെതിരെ ഒരു പട രംഗത്ത് വരുമ്പോൾ അവരെ ഭൂമിയിൽ ആഴ്ത്തപ്പെടും. ഫലാ യബ്ഖാ മിൻഹും ഇല്ല ശാരിദൂ. തെറിച്ചു പോയ ആളുകളല്ലാതെ അതിന് രക്ഷപ്പെടുകയില്ല. വയുഖ്ബിറു അൻഹും. ഈ ഭൂമിയിൽ ആഴ്ത്തപ്പെടുന്ന കൂട്ടത്തിൽ തെറിച്ചു പോയ ആളുകളായിരിക്കും ഇങ്ങനെ സംഭവം ഉണ്ടായത് പുറത്തു പറയുക. അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ സ്വഹീഹായ ഹദീസാണ്, ഞാൻ വിശദീകരിക്കണ്ടല്ലോ. അല്ലാഹു മക്നാഫിയ ഇൽമിനെ തെരുമാറാകട്ടെ. ഇനി ഞാൻ അദ്ദേഹത്തിന്റെ ബൈഅത്തിന്റെ ആദ്യത്തെ പ്രസംഗം പറയാം. അത് നുഐം ബിൻ ഹമ്മാദ് തന്റെ കിതാബുൽ ഫിതനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. فإني أدعوكم إلى الله ورسوله والعمل بكتابه وإماتة الباطل وإحياء سنته. വിശദമായ ചർച്ചയാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരുപാട് അതിപ്രധാനമായ പ്രസംഗം നടത്തും മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. അതോടുകൂടെ മുസ്ലിം ലോകം മുഴുവനും അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കും. അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളിൽ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ പറയാ. ഒന്നങ്ങോട്ട് ചൊല്ലിക്കോളൂ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അദ്ദേഹത്തിനെ സഹായിക്കുന്നവർ കൂടുതലും ഫലസ്തീനികളും അതേപോലെ ലബനാനികളും മിസ്രികളും യമനികളുമായിരിക്കുന്നതാണ്. എല്ലാ അന്ധമായ ഫിത്നകളെയും അവർ തച്ച് കെടുത്തും. ശ്രദ്ധിക്കണം, ഭൂമിയിൽ അവർ നിർഭയത്വം സ്ഥാപിക്കും. അങ്ങനെയാ അദ്ദേഹം നീതി നടപ്പിലാകുന്ന കാരണത്താൽ ആകാശത്തിലും ഭൂമിയിൽ നിന്ന് ധാരാളം ബറക്കത്തുകൾ മനുഷ്യർ അനുഭവിക്കുന്നവരാണ്. മാത്രമല്ല, അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരോട് വളരെ കണിശമായി പെരുമാറുന്നവനും അദ്ദേഹം ധർമ്മം കൊടുക്കുന്നവനും പാവപ്പെട്ടവരോട് വളരെ സ്നേഹമുള്ളവനായുമായിരിക്കും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. മാത്രമല്ല, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയാൻ عن أبي سعيد قال يخرج في آخر الزمان خليفة صحيح مسلم يعطي المال عاصيا يحثي المال حثيا لا يعده عدا. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രത്യേകത കണ്ണൂർക്ക് മുഴുവനും ഉറങ്ങാണല്ലോ. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എണീക്കുമെന്ന് എനിക്കറിയാം. നിങ്ങൾ പറഞ്ഞാൽ എണീക്കുമെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും പണം നടക്കുന്നിടത്ത് മുഴുവനും വിതറും എല്ലാവർക്കും. സ്വഹീഹ് മുസ്ലിം. എണ്ണൂല, എണ്ണാനൊന്നും നേരം ഉണ്ടാവില്ല. തരുന്നവർക്ക് മുഴുവൻ എല്ലാവരും കൊടുക്കും. അങ്ങനെയാണ്. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക് ആ കാലത്ത് ജീവിച്ചാൽ മതിയായിരുന്നു? കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ വേറൊരാളും കൂടി വരുന്നുണ്ട്, ദജ്ജാല് അതിനകത്തുള്ളവരെ. അത് പ്രശ്നമുണ്ടോ? അങ്ങനെയാണ്. കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ആൾ വരും. അതുകൊണ്ട് പിന്നെ പ്രശ്നമാണ്. ഭയങ്കര കുടുക്കൻ എല്ലാവർക്കും. മിസ്കിന്മാർക്ക് അദ്ദേഹത്തോട് വലിയ ഇഷ്ടമായിരിക്കും. എല്ലാവർക്കും അദ്ദേഹത്തോട് താല്പര്യമായിരിക്കും.
ഹത്താ യതമന്നൽ അഹ്യാഉ അൽ അംവാത്. നാട്ടിലെവിടെയും നീതി നടക്കും. അനീതിയുടെ കാലഘട്ടത്തിൽ മരിച്ചവരെ കുറിച്ച് ജീവിച്ചവര് കൊതിച്ചു പോകും. എൻ്റെ വാപ്പ അനീതിന്റെ കാലത്ത് മരിച്ചുപോയി, വാപ്പ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, വാപ്പാക്കും കൂടി അനുഭവിക്കായിരുന്നല്ലോ എന്ന് മനുഷ്യന്മാർ അന്ന് കൊതിച്ചു പോകും. കൊടുക്കന്നെ പൈസ കൊടുക്ക. എല്ലാരും അദ്ദേഹത്തിലേക്ക് അഭയം തേടി വരും. എല്ലാരും അദ്ദേഹത്തിന്റെ പിന്നാലെയായിരിക്കും. തേനീച്ചക്കൂട്ടം റാണിയുടെ പിന്നാലെ നടക്കുന്നത് പോലെ മുസ്ലിം ലോകം ഇമാം മഹ്ദിയുടെ കൂടെ ആയിരിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യാസൂബ് റാണിയെ തേനീച്ചക്കൂട്ടം പിന്തുടർന്ന് നടക്കും പോലെ ആയിരിക്കും നടക്കുക എന്ന് നബി സഈദ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിക്കണം. തുനഅമു ഉമ്മതി ഫി ആഖിരിസ് സമാനി നിഅമതൻ ലാ യുനഅമുഹു അബദ. ഒരു കാലത്തുല്ലാത്ത നിഅമത്ത് അന്ന് മുസ്ലിം ലോകത്ത് ലഭിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വിശദീകരിക്കുന്നില്ല. യജിഉ ഇലൈഹി റജുലുൻ, ഒരു ഉദാഹരണം പറഞ്ഞു റസൂലുള്ളാഹി. ഒരു ഉദാഹരണം പറഞ്ഞു. ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് പറയും ആതിനി, നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് നല്ല കേൾക്കുന്നത്, എനിക്ക് തരൂ. അപ്പൊ ചോദിക്കും, നീ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ, വല്ല ചാക്കോ സഞ്ചു എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അയാൾ പറയും, ഞാൻ അങ്ങനെയൊന്നും പൈസ വാങ്ങാൻ പറ്റുന്ന ചാക്ക് കൊണ്ടുപോകില്ലല്ലോ, അങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ പറയും, എന്നാൽ ഉപസുത്ത സൗബക, കുപ്പായം കഴിച്ചിട്ട് ഇങ്ങോട്ട് വിരിക്ക് എന്ന് പറയും. അത് വിരിച്ചു കൊടുക്കും, അതിലാണ് നിറച്ചു കൊടുക്കും. ഫയഹ്മലു അലാ ആതിഖിഹി, അത് തോളിൽ ഏറ്റിയിട്ടായിരിക്കും പോവുക എന്ന് സ്വഹീഹ് മുസ്ലിം ഖാല റസൂലുള്ളാഹി. ഇതൊന്നും വാറവലയല്ല, ഇതൊന്നും എവിടുന്നെങ്കിലും പറയല്ല, സ്വഹീഹ് മുസ്ലിമിൻ്റെ ഹദീസാണ്. അത്രയും വലിയ ധർമ്മിഷ്ഠനായിരിക്കും മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കുക, ഒരു ഹദീസ് കൂടെ സ്വഹീഹ് മുസ്ലിം. അൻ അബീ ദർദാഇ ഖാല ഖാല റസൂലുള്ളാഹി യൗമൽ മൽഹമത്തിൽ കുബ്റാ, അന്ന് വലിയ യുദ്ധം നടക്കും, വലിയ യുദ്ധം നടക്കും, പാരയുദ്ധം നടക്കും. തുർക്കികൾക്കും യൂറോപ്യർക്കും എതിരെ മഹാനായ ഇമാം മഹ്ദിയുടെ നേതൃത്വത്തിൽ യുദ്ധം നടക്കും. വലിയ മൽഹമത്തുൽ കുബ്ര, ഏറ്റവും വലിയ വിപ്ലവം എന്നാണ് ഇതിന് പറയുന്നത്. അന്ന് ഫുസ്താത്തുൽ മുസ്ലിമീന ബിഅർളിൻ യുഖാലു ലഹാ ദിമഷ്ക്, അന്ന് മഹ്ദിയുടെ കേന്ദ്രം ഡമസ്കസ് ആയിരിക്കുമെന്ന് മുഹമ്മദ് നബി. ഡമസ്കസിൽ തലസ്ഥാനാക്കണതിന് വേറെയും കാരണമുണ്ട്. മഹ്ദിയുടെ സഹായി വരുന്നത് ഡമസ്കസിൽ. ഉറങ്ങാണല്ലോ എൻ്റെ പടശൻ, കാര്യം പറയും. ഈ ഹദീസ് മുസ്ലിമിലുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അന്ന് മുസ്ലിം ലോകത്തിന്റെ തലസ്ഥാനം ഡമസ്കസ് ആയിരിക്കും. ഡമസ്കസിൽ തലസ്ഥാനാവാൻ വേറെയും കാരണമുണ്ട്, അത് പിന്നെ മനസ്സിലാവും. വേറെ ഒരു കാരണമുണ്ട്, അത് പിന്നെ പറഞ്ഞുതരാം. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ് ഒഴിവാക്കണില്ല. ഇങ്ങനെ കാരണം ഡമസ്കസിലായിരിക്കും തലസ്ഥാനം. ഷാമിന്റെ കേന്ദ്രസ്ഥാനമാണല്ലോ ഡമസ്കസ്. വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഒരുപാട് അമ്പിയാക്കൾ കടന്നുപോയ മണ്ണാണ് ഡമസ്കസ്. അല്ലാഹു തആല അതൊക്കെ കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എല്ലാവരും. അല്ലാഹു തൗഫീഖ്. ഇന്നിപ്പോൾ അതിനൊക്കെ കഴിയും, ഇന്നിപ്പോൾ വേണമെന്ന് വിചാരിച്ചാലൊക്കെ കഴിയും. ഇങ്ങനെ ഇരിക്കണ്ട, ഒന്നൊക്കെ പുറത്ത് പോവാ. ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഗൾഫ് പോകണ്ട. ഇന്ന് സൗകര്യങ്ങളില്ലേ, ഡമസ്കസൊക്കെ എന്താ പോയാൽ നല്ല സുഖമല്ലേ. ഇപ്പം അതിനൊക്കെ സൗകര്യങ്ങളില്ലേ, പൈസ ഉള്ള ആളുകളുണ്ടല്ലോ. ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്, കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്, നടക്കും. അപ്പം ഇവരോട് യുദ്ധം ചെയ്യാനാണ്, പരാജയപ്പെടുത്തും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. പരമാവധി വിഷയം അങ്ങോട്ട് ചുരുക്കാണ്, വിഷയം ചുരുക്കാം. ശ്രദ്ധിക്കണം. നളറ അലി റളിയല്ലാഹു അൻഹു ഇല ഇബ്നിഹിൽ ഹസൻ ഫഖാല ഇന്ന ഇബ്നി ഹാദാ സയ്യിദുൻ കമാ സമ്മാഹു റസൂലുള്ളാഹ്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബീലയിലാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷമാകുന്നത്. ഹസൻ റളിയല്ലാഹുവിന്റെ ഖബീല. ഹസൻ റളിയല്ലാഹു അൻഹു ഭാര്യ വിഷം കൊടുത്ത് മരണപ്പെട്ട ആളാണ് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ വെച്ച് നീട്ടിയ അധികാരം ഒഴിവാക്കിയ ആളാണ് മഹാനായ ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ് അദ്ദേഹം, വലിയ ഒരു നേതാവാണ്. ഹബീബ റസൂലുള്ളാഹിന്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. വെച്ച് നീട്ടിയ അധികാരം ഒഴിവാക്കി. അതിന് മുസ്ലിം ലോകത്തിന്റെ ആ കബീലയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരുന്നത്. സയ്യിദുൻ കമാ സമ്മാഹു റസൂലുള്ളാഹ് വസയഖ്റുജു മിൻ സുൽബിഹി റജുലുൻ. അലി ബിൻ അബി താലിബ് പറഞ്ഞു, എൻ്റെ ഹസന്റെ മുടിയിലൂടെ രംഗത്ത് വരുന്നതാണ് ഒരാൾ. ഇസമ്മാ ബിസ്മി നബിയിക്കും യംലഉൽ അർളു അദല യഖ്റുജു റജുലുൻ മിൻ വറാഇൻ നഹരി അലാ മുഖ. ഞാൻ വിശദീകരിക്കുന്നില്ല, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബ അലാ കുല്ലി മുഅ്മിനിൻ നുസ്റതുഹു വ ഇജാബതുഹു.
എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമാണ്, അക്കാലത്ത് ജീവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമാണ് നുസ്റതുഹു വ ഇജാബതുഹു, അദ്ദേഹത്തെ സഹായിക്കലും അദ്ദേഹത്തിന് ഉത്തരം ചെയ്യലും നിർബന്ധമാകുന്നു എന്ന്. ഒന്ന് അഹ്ലുബൈത്താണ് എന്ന നിലക്ക്. രണ്ടാമത്തത് അഹ്ലുബൈത്തിന്റെ ആ കാലഘട്ടത്തിലെ നേതൃത്വമാകുന്നു, അക്കാലഘട്ടത്തിലെ നേതൃത്വമാണ് എന്ന നിലക്ക്. ഒരുപാട് തരങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ധാരാളം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് പോകാൻ. അഹ്ലുബൈത്തിന്റെ പ്രത്യേകതകൾ ധാരാളം വിഷയങ്ങളുണ്ട്, ഇത് പറഞ്ഞാൽ സമയം പോകും എന്നതുകൊണ്ട് വിശ്വാസികളെ ഞാൻ വളരെ ചുരുക്കാണ് ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമിനെ തരുമാറാകട്ടെ. അല്ലാഹു നാഫിയായ ഇൽമിനെ തരുമാറാകട്ടെ. ചിന്തിക്കണം. അങ്ങനെ ചുരുക്കത്തിൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ രംഗപ്രവേശം മുസ്ലിം ലോകത്തിന് ഒരു പുതിയ ഉണർവും ഒരു പുതിയ ഓജസ്സും നൽകുന്നതാണ്. വലിയ ഒരു ഓജസ് ഉണ്ടാക്കും, ഒരു വലിയ ഉണർവും ഒരു വലിയ മാറ്റം ഉണ്ടാക്കും. ലേശം ഭാഗം കൂടി പറയാം, വളരെ ചുരുക്കിയിട്ട് പറയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ കബീലയോട് മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരും. ഒന്ന് എന്താ? അന്നാഫി ബിൻ ഉത്ബ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ ഹബീബായ നബി പറയുകയാണ്, ലാ നറദ്ദജ്ജാല ഹത്താ യുഫ്തഹ റൂം, റോമിനെ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കുന്നത് വരെ ദജ്ജാൽ പുറപ്പെടുകയില്ല. സ്വഹീഹ് മുസ്ലിം. അങ്ങനെയാണ് സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. റോം മുസ്ലിമീങ്ങൾ പിടിച്ചടക്കും. റോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാശ്ചാത്യ ശക്തികളുടെ കേന്ദ്രസ്ഥാനം എന്നാണ്. മുസ്ലിമീങ്ങൾ പിടിച്ചടക്കും. അത് മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ ആയുധത്തിനെ പറ്റിയാ പറയുന്ന നല്ല രസം. നമ്മൾ ഇബ്നു മാജ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക, എവിടുന്നെങ്കിലും വായിക്കല്ല, സിഹായിൽ ഹദീത്താണ്, ഇബ്നു മാജ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ അദ്ദേഹത്തിന്റെ ആയുധം? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി പറഞ്ഞു, ഇന്നക്കും സതുഖാതിലൂനൽ ബനിൽ അസ്ഫർ, നിങ്ങൾ പാശ്ചാത്യരോട് യുദ്ധം ചെയ്യും. ഹത്താ തഖ്റുജ ഇലൈഹിം റൗഖത്തുൽ ഇസ്ലാമി മിൻ അഹ്ലിൽ ഹിജാസ്, ഇസ്ലാമിന്റെ എല്ലാ സൗന്ദര്യവും ഒത്ത ഒരു ജനത ഹിജാസിൽ നിന്ന്, മക്കയിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അവർ റോമികളോട് സമരം ചെയ്യും. അല്ലദീന, ഒരു വിഭാഗം ആളുകളായിരിക്കും അവർ, ലാ യഖാഫൂന ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാത്ത ആരെയും അവർ പേടിക്കുകയില്ല. ഫയഫ്തതിഹുനൽ ഖസ്തന്തിനിയ, അവർ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കും. തുർക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അതിന് പുറമെ ഒന്ന് ചൊല്ലിക്കോളൂ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. റാഹത്തിലിരിക്കും. ഒന്നുകൂടെ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ അല്ലദീന ലാ യഖാഫൂന ലൗമത ലായിം, ഒരാളെയും അവർ പേടിക്കാത്തൊരു പടയാണ് മഹാനായ ഇമാം മഹ്ദിയിൽ രംഗത്ത് വരിക. ശ്രദ്ധിക്കുക, ഇബ്നു മാജ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫയഫ്തതിഹൂനൽ ഖസ്തന്തിനിയ, അവർ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കും. യൂറോപ്പിന്റെ മർമ്മമായ പട്ടണമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അവർ പിടിച്ചടക്കും. ബിത്തസ്ബീഹ്, ഒന്നുമില്ല അവരെ കയ്യിൽ, ഒരായുധമില്ല. എന്താ ആയുധം? ബിത്തസ്ബീഹ്. ഇബ്നു മാജ രേഖപ്പെടുത്തിയ ഹദീസാണ്. എൻ്റെ വകയല്ല, എന്തായിരിക്കും ആയുധം? ബിത്തസ്ബീഹി വത്തക്ബീരി വത്തഹ്ലീലി, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇതായിരിക്കും ആയുധം. തന്നെ ദിക്ർ ആയുധമാക്കിയിട്ട് അവർ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കും എന്ന് ചിന്തിക്കുക. അല്ലാഹു അതാണ്. കണ്ടില്ലേ, 2 ലക്ഷത്തെ പരാജയപ്പെടുത്തിയത് കവണയിലിട്ട് കല്ലാണ്. അള്ളാഹ് കഴിയാത്ത കാര്യമുണ്ട്. അതൊക്കെ ഉണ്ടാവോ എന്ന് വിചാരിക്കണ്ട, ഉണ്ടാവും. ഹബീബായ നബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ പറഞ്ഞത് ഉച്ചക്ക് ഓർമ്മയില്ലാത്ത ഞാനും ഇനിയും പറഞ്ഞതല്ല, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ. യൂറോപ്പിന്റെ മർമ്മ കേന്ദ്രമായ കോൺസ്റ്റാന്റിനോപ്പിൾ ഇമാം മഹ്ദിയോടുകൂടെ പിടിച്ചടക്കപ്പെടും. അദ്ദേഹം പിടിച്ചടക്കും, അദ്ദേഹം പടയും. بالتسبيح والتحميد والتهليل والتكبير سبحان الله ولا إله إلا الله والله أكبر فيصيبون ونائم لم يصيبوا. ഒരാൾക്കും ഇക്കാലം വരെ കിട്ടാത്ത ഒരു വനീമത്ത് ധനവും അവർക്ക് യൂറോപ്പിൽ നിന്ന് ലഭിക്കും. വലിയ വനീമത്തോട്ടും ബോംബൻ മുതൽ കിട്ടും. പക്ഷേ പ്രശ്നം ഉണ്ടാവും അതോടുകൂടെ. അബൂദാവൂദിന്റെ ഹദീസ് പറയാ,
അബൂദാവൂദിന്റെ ഹദീസ് പറയാ, ചുരുക്കാണ്, വിഷയം ചുരുക്കാണ്. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറ ഖാല ഖാല റസൂലുള്ളാഹി യസ്റുൻ നാസു ഇലാ ഫുസ്താതൈനി ഈമാനിൻ വ കുഫ്രിൻ. രണ്ട് പടയാകും, ഈമാന്റെയും കുഫറിന്റെയും പടയാകും. ഈമാന്റെ കുഫർ പട കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കും. ഫഇദാ കാനദാക്കും, കോൺസ്റ്റാന്റിനോപ്പിളും റോമും കൂടി അവർ പിടിച്ചടക്കി കഴിഞ്ഞാൽ പിന്നെ ഫന്തളിറുദ്ദജ്ജാല മിൻ യൗമിഹി ഔ ഗദിഹി, അന്നോ അതിന്റെ പിറ്റേന്നോ ദജ്ജാൽ പുറപ്പെടും. ആ സാഹചര്യം എത്തിയിട്ടുണ്ടാകും എന്ന് ഹബീബായ റസൂൽ അബൂ ദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്ലിമിലെ ഒരു ഹദീസ് കൂടി പുറപ്പെട്ട് മുസ്ലിമിന്റെ ഒരു ഹദീസ് കൂടി പറയാ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി, ഉറക്കെ ഖാല റസൂലുള്ളാഹി, ഉറക്കട് പറഞ്ഞേക്ക് ഹബീബായ റസൂലുള്ളാഹി. നല്ല റാഹത്തിൽ പോട്ടെ, വളരെ ഉറങ്ങി കേൾക്കണ്ടല്ല, ഇത് ഗൗരവമുള്ള വിഷയമാണ്. മുസ്ലിമിന്റെ ഹദീസാണ്, ശ്രദ്ധിക്കണം. ലാ തഖൂമു സ്സാഅ, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല. ഹത്താ യഗ്ദുൽ ഖസ്തൻതീനിയ, കോൺസ്റ്റാന്റിനോപ്പിളിനോട് മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യുന്നവരെ 70,000 പട്ടാളക്കാരുണ്ടാകും. സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയതാണ്. ഫഇദാ ജാഉ നസലു ഫലം യുഖാതിലു ബിസിലാഹിൻ വലാ സൗമിൻ, ആയുധം കൊണ്ടോ വാൾ കൊണ്ടോ അല്ല അവർ യുദ്ധം ചെയ്യുക. ഖാലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുസ്ലിമിന്റെ ഹദീസ. മനുഷ്യന്മാര് ഇത് തമാശ പറയാ റഹ്മത്തുള്ളാഹി നിങ്ങൾ വിചാരിച്ചത്. മുസ്ലിമിന്റെ ഹദീസ പറയണത്. അവരെ കയ്യിൽ ഒരായുധം ഉണ്ടാവില്ല, മഹദിയുടെ പടക്ക് ഒരായുധം ഉണ്ടാവില്ല. എന്തുണ്ടാവുള്ളൂ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. വർക്കെ ഖൂലു ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വഹീഹ് മുസ്ലിം. ഒന്നും വേണ്ട. ഈ അമേരിക്കക്കാരന്റെ എല്ലാത്തിനെയും പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് തുന്നം പാടിക്കും. നിങ്ങൾ പേടിക്കണ്ട, അതൊക്കെ ഇവിടെ നടക്കും. നിങ്ങൾ പേടിക്കണ്ട. സമയാവണിന് മുമ്പായാലും തുള്ളണ്ട, സമയത്തിന് പോയാൽ മതി. ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ അച്ചടക്കത്തിനാണ് പോയിക്കോളൂ. സമയമാകുമ്പോൾ അതൊക്കെ നടക്കുക തന്നെ ചെയ്യും. അള്ളാഹ് ഓരോത്തിനും സമയം വെച്ചിരിക്കുന്നു. എന്തിനുണ്ട് സമയം? നോക്കൂ നിങ്ങൾ, ഞാൻ പറയാ സ്വഹീഹ് മുസ്ലിം, എന്റെ വകയല്ല സ്വഹീഹ് മുസ്ലിം. നാം ചെയ്യിക്കണ്ടല്ലോ, എവിടുന്നോ വായിക്കല്ല. സ്വഹീഹ് മുസ്ലിം. ഫലം യുഖാതിലു ബിസഹ്മിൻ വലാ സിലായിൻ, ഒന്നുണ്ടാവില്ല അവരുടെ കയ്യിൽ. ഖാലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫയുഫ്റജു ലഹും, കോൺസ്റ്റാന്റിനോപ്പിൾ അവർക്ക് തുറക്കപ്പെടും. ഫയദ്ഖുലുഹാ, യൂറോപ്പിന്റെ പ്രഭവ കേന്ദ്രങ്ങളിലേക്ക് അവർ കയറും. ഫയഗ്തനിമു ഗനായിമാ, യൂറോപ്പിന്റെ നാനാഭാഗത്തു നിന്നും അവര് വനീമത്ത് സമ്പത്ത്, സമരാർജിത സമ്പത്ത് ഒരുമിച്ച് കൂട്ടും. എന്നാൽ ഓരിവക്കാൻ ഒരുങ്ങുമ്പോഴത്തിന് അട്ടഹാസം കേൾക്കാം. ഇന്ന ദജ്ജാല ഖദ് ഖറജ, ദജ്ജാൽ പുറപ്പെട്ടു കഴിഞ്ഞു. സ്വഹീഹ് മുസ്ലിം. മനസ്സിലായില്ല? യൂറോപ്പ് മുഴുവനും പിടിച്ചടക്കും. അതിൻ്റെ ഗനീമത്ത് ലോകത്തിക്കാലം വരെ ഉണ്ടാകാത്ത ഗനീമത്ത് സമ്പത്തെന്ന് മുസ്ലിമുകൾക്ക് ലഭിക്കും. ഓഹി വെക്കാൻ ഒരുങ്ങുമ്പോഴത്തിന് അട്ടഹാസം കേൾക്കാം. ഇന്ന ദജ്ജാല ഖദ് ഖറജ, ദജ്ജാൽ പുറപ്പെട്ടു കഴിഞ്ഞു. സ്വഹീഹ് മുസ്ലിം. ദജ്ജാൽ എങ്ങനെ വരിക? അതിനും വകുപ്പുണ്ട്. അനസ് ബിൻ മാലിക്. ഉറങ്ങണല്ലോ? ഉറങ്ങണുണ്ടോ? ഞാൻ നിർത്തണോ? എനിക്കേറ്റ സുഖമില്ലാതായി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? എൻ്റെ കൂടെ അല്ലേ? പരിധി വിട്ടിട്ടില്ലല്ലോ, പരിധിന്റെ പുറത്തല്ലല്ലോ ആരും. മനസ്സിലാവണില്ലേ? കേട്ടോളൂ. എങ്ങനെ ദജ്ജാൽ വരിക? അങ്ങനെയാ ദജ്ജാൽ വരിക. അനസ് ബിൻ മാലിക് ഖാല ഖാല റസൂലുള്ളാഹി യത്ബഉ ദജ്ജാല മിൻ യഹൂദ 70,000. 70,000 ജൂതന്മാരുടെ നേതാവായിട്ടാണ് ദജ്ജാൽ രംഗത്ത് വരിക. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാ. ഒക്കെ കറക്റ്റാ. നിങ്ങൾ ചിന്തിക്ക് പഠിച്ച തമ്പുരാനെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര കൃത്യമായിട്ടാണ് ഹബീബായ നബി. മനസ്സിലായില്ലേ? ജൂദാസു തന്നെ, ജൂഡൻ തന്നെ. 70,000 പടയോടുകൂടെയാണ്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. യത്ബഉ ദജ്ജാല, ദജ്ജാലിന്റെ കൂടെ നടക്കും. 70,000 മിനൽ യഹൂദ്, യഹൂദികളിൽ നിന്ന്. 70,000. ഓർക്കട് പറ, 70,000. 70,000 ജൂതന്മാരോടുള്ള യുദ്ധമുണ്ട്. അതിപ്പോഴും നല്ല പിന്നെയും കഴിഞ്ഞിട്ടാണ്. യൂറോപ്പൊക്കെ പിടിച്ചടക്കുന്ന ആ സാഹചര്യത്തിൽ ആര് വരും?
ഉറക്കണ്ട് പറയും. ആര് വരും? ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി. ബുഖാരിന്റെ ഒരു ഹദീസ് പറയാം, മുസ്ലിമിന്റെ. നേരം വൈകിയോ? ഇല്ലല്ലോ. എങ്ങനെ ദജ്ജാൽ വരിക, എങ്ങനെ ആയിരിക്കും? മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ദജ്ജാലിനെ കുറിച്ച് കഥ പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നബിയെ എങ്ങനെയാവും അവന്റെ കഥ? യഖ്റുജു ബൈന ശാമി വൽ ഇറാഖി. ഷാം ഇറാഖിന്റെ ഇടയിലുള്ള സ്ഥലത്തായിരിക്കും ദജ്ജാൽ പുറപ്പെടുക. പ്രധാന അഭിപ്രായം തുർക്കിയിലാണ്. തുർക്കിയെ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കിന്റെ പിറ്റേന്നാണ് ദജ്ജാൽ വരിക. ഉടനെ ദജ്ജാൽ വരിക. തുർക്കി ദജ്ജാലിന്റെ മണ്ണാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ മുസ്ലിമിന്റെ ഹദീസാണ് കേട്ടോ, എന്റെ വകയല്ല, എവിടുന്നെങ്കിലും വായിക്കല്ല, മുസ്ലിമിന്റെ ഹദീസാണ്, ശ്രദ്ധിക്കുക. ഇവൻ വരും, ദജ്ജാൽ രംഗത്ത് വരുന്നതോടുകൂടെ അവിടുന്ന് അപ്രത്യക്ഷനാവും, ഈ പട അപ്രത്യക്ഷനാവും. പിന്നെ മഹ്ദി ഇമാമിന്റെ പടക്ക് മുന്നോട്ട് പോകാൻ ഉറക്കട് പറയും കഴിയൂല. എന്തുകൊണ്ട്? ദജ്ജാലിനെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ആൾ മഹ്ദി അല്ല, ഈസ നബി അലൈഹിസ്സലാം. അങ്ങനെയാണ്. അത് വേറെ ഭയങ്കര മുസ്ലിമിന്റെ ഹദീസ. ഇതൊന്നും വേറെയല്ല, മുസ്ലിമിന്റെ ഹദീസ. ശ്രദ്ധിച്ചോളൂ. രംഗത്ത് വരും. അതോടുകൂടെ തന്നെ കിഴക്കും പടിഞ്ഞാറും ഇടതും വലതും നാശം വരച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോകും. അങ്ങനെ ഞങ്ങളോട് റസൂൽ പറഞ്ഞു, അക്കാലത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കണേ. ഉറച്ചു നിൽക്കലൊക്കെ വലിയ വിഷമായിരിക്കും. ഉറച്ചു നിൽക്കണേ. ഖുൽന, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് കം ലബ്തുഹു ഫിൽ അർളി. ഈ പഹയം വന്നാ പിന്നെ എത്ര ദിവസമാണ് അവൻ ഭൂമിയിൽ പാർക്കാന്ന് ചോദിച്ചു. ഫഖാല 40 യൗമൻ. ഭൂമിയിൽ വന്നാലോ, നിങ്ങൾ ഉറങ്ങണില്ലല്ലോ, 40 ദിവസമേ ഉണ്ടാവുള്ളൂ ഭൂമിയിൽ, അത് മതിയല്ലോ. യൗമുൻ കസനത്തിൻ, ഒരു വർഷം പോലത്തെ ഒരു ദിവസം. വയൗമുൻ കശഹരിൻ, ഒരു മാസം പോലത്തെ ഒരു ദിവസവും. വയൗമുൻ കജുമുഅത്തിൻ, ആഴ്ച പോലത്തെ ഒരു ദിവസവും. വസായിറുൽ അയ്യാമി കഅയ്യാമിക്കും, ബാക്കിയുള്ള ദിവസമൊക്കെ സാധാരണ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു കൊല്ലം പോലത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ആ ദിവസത്തിന്റെ ഭയാനകത കൊണ്ട് ഒരു കൊല്ലാണെന്ന് തോന്നുകയല്ല. അങ്ങനെയല്ല. എന്തെന്നെയാണ് ഒരു കൊല്ലം? സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ഇല്ല, മനസ്സിലായി? ആ അവസ്ഥയിൽ നിൽക്കുന്ന അർത്ഥം അങ്ങനെയാണ്. എന്തുകൊണ്ട്? ശ്രദ്ധിക്കണേ. പ്രധാന അഭിപ്രായം രാത്രി അങ്ങനെ തന്നെ നിലനിൽക്കലാവാം എന്നൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവും ഭൂമിയിൽ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? അത് ഒരാൾക്ക് പോലീസ് പിടിച്ചാൽ സ്വാഭാവികമായിട്ട് 10 മിനിറ്റേ പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ടുള്ളൂ എങ്കിലും ഒരു മാസം കടന്നതുപോലെ ആദ്യം പോലീസ് സ്റ്റേഷനിൽ പോയവൻ്റെ കാര്യമാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനും ജയിലിലൊക്കെ പോയിട്ട് അത് പിന്നെ നാടാക്കിയവൻ്റെ കാര്യമല്ല പറയുന്നത്. മനസ്സിലാവണില്ല നിങ്ങൾക്ക്? അപ്പം അങ്ങനെ ഒരു 10 മിനിറ്റ് കടന്നാൽ വലിയൊരു വിഷമം. അതല്ല ഇത് വിഷയം. ഇതൊരു കൊല്ലം. എന്തുകൊണ്ട്? ഈ ഹദീസ് റസൂലുള്ളാഹി പറയുമ്പോൾ, മുസ്ലിമിന്റെ ഹദീസാണ് കേട്ടോ, ഈ ഹദീസ് മുസ്ലിം റസൂലുള്ളാഹി പറയുമ്പോൾ സ്വഹാബികൾ ചോദിച്ചു, തക്ഫീനാ ഫീഹി സ്വലാത്തു യൗമിൻ, അന്ന് ഒരു ദിവസത്തെ നിസ്കാരം മതിയാവോ? അവർക്ക് ദജ്ജാലിനെ പറ്റി പറയുമ്പോഴും പ്രശ്നം നിസ്കാരത്തിന്റെ നമ്മളെ പോലെ അല്ലല്ലോ. ഒരു ദിവസത്തെ നിസ്കാരം മതിയാവും. ഫഖാലല്ല, ആ ദിവസം നിങ്ങൾ കണക്കാക്കി നിസ്കരിക്കേണ്ടി വരുമെന്ന് ഖാല റസൂലുള്ളാഹി. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ, വേറെ വല വായിക്കല്ല. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ് ഈ പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും ഇവൻ. വലിയ കള്ളനാണ് ഇവൻ. ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും അവൻ, വലിയ കുഴപ്പമുണ്ടാക്കും. എന്നിട്ടോ ഹബീബ നബിയോട് ചോദിച്ചു, വമാ ഇസ്റാഉഹു ഫിൽ അർളി, ഭൂമിയിൽ അവന്റെ പോക്ക് എങ്ങനെ ഉണ്ടാവും, യാത്ര എങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചു. ഖാല കൽ ഗൈഥി, ദജ്ജാലിന്റെ പോക്ക് മഴയെപ്പോലെ ആയിരിക്കും. ഇസ്തദ്ബറതുഹു റീഹു, കാറ്റ് അടിച്ച് പറത്തുന്ന മഴയെ പോലെയാവും. കാറ്റ് അടിച്ച് പറത്തുന്ന മഴന്റെ അവസ്ഥ എന്താ? അവിടെ പെയ്തപ്പോഴത്തിന് ഇവിടെ പെയ്തു, അവിടെ മഴ കണ്ടപ്പോഴത്തിന് ഇവിടെ. നിങ്ങൾക്ക് മനസ്സിലാവണില്ല? നിങ്ങൾ എൻ്റെ ഒപ്പല്ലേ? എന്തൊരു വിവരണമാണ് ഈ പറഞ്ഞതൊക്കെ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ എന്ത് നിലക്കും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവണ എല്ലാ പ്രശ്നവും ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞതാല പോയിട്ടില്ല. നിങ്ങൾ നോക്ക്, നല്ല രസമുള്ള ഹദീസാണത്. എങ്ങനെയായിരിക്കും അവർ ഈ ഭൂമിയിൽ യാത്ര ചെയ്യാന്ന്? അപ്പോൾ പറഞ്ഞു, കൽ ഗൈഥി, മഴയെപ്പോലെ യാത്ര ചെയ്യും. ഇസ്തദ്ബറതുഹു റീഹു, കാറ്റ് അടിച്ചു പറത്തുന്ന മഴയെപ്പോലെ ആയിരിക്കും. ഫയഅതി അലൽ ഖൗമി, ഒരു ജനതയുടെ അരികിൽ ചെല്ലും. ഫയദുഹും യൂമിനൂന ബി, എന്നെ കൊണ്ട് വിശ്വസിക്കണമെന്ന് ഓരോ നാട്ടിലും പോയി പറയും. ഫയസ്തജീബൂന ലഹു, എല്ലാവരും അവന് ഉത്തരം കൊടുക്കും.
ഫയഉമുറു ബിസ്സമാഅ, ആളുകൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. മഴ വേണ്ടവരോട് പറയും, മഴ വേണ്ടവർക്ക് മഴ പെയ്യിപ്പിക്കും. എങ്ങനെ? ആകാശത്തോട് അന്തരീക്ഷത്തോട് ദജ്ജാൽ കൽപ്പിക്കും. ഫതുംതിറു, അങ്ങനെ അന്തരീക്ഷം മഴ പെയ്യും. ഫതുംബിതു, ഭൂമി മുളപ്പിക്കുകയും ചെയ്യും. വയമുറു ബിൽ ഖരിബതി, ശൂന്യമായ ഭൂമിയിൽ ചെല്ലും. എന്നിട്ട് ഭൂമിയോട് പറയും, അഖ്രിജി കുനൂസകി, നിന്റെ ഭൂമിയിലുള്ള എല്ലാ സാധനം പുറത്തെടുക്കുമെന്ന് പറയും. സ്വർണം, വെള്ളിയും വൈരം മുഴുവൻ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്ത് ചാടിക്കും. ആര്? ദജ്ജാൽ തന്റെ അനുയായികൾക്ക് വിതരണം ചെയ്യും എന്ന്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ ആളുകൾ മുഴുവൻ അവന്റെ പിന്നാലെയാകും. അന്ന് ഈമാനിന് പകരമോ കുഫ്ർ ഗാലിബാകും. അപ്പോഴാണ് പറയട്ടെ, അടുത്ത രംഗം പറയട്ടെ. എന്നാ ഒരു ഷാത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ആ രംഗം? കാണാനൊക്കെ നല്ല രസമുണ്ടാവും. എന്തൊരു രംഗാണ് അതൊക്കെ എന്നറിയാം. മനുഷ്യകുലം ഈ സാഹചര്യത്തിൽ അകപ്പെടുമ്പോഴാണ് അപ്പോഴാണ് അല്ലാഹു തആല ഈസ നബിയെ ഇറക്കുക. എങ്ങനെ ഇറങ്ങും? ശരിക്കും എങ്ങനെ? ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈളാഇ ബിശർഖി ദിമഷ്ഖിൻ, കിഴക്കൻ ഡമസ്കസിലെ വെള്ള മിനാരത്തിന്റെ അരികിലാണ് ഈസ നബി അന്തരീക്ഷത്തിലൂടെ ഇറങ്ങി വരും. സ്വഹീഹ് മുസ്ലിം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രാക്കഥയാണെങ്കിൽ ഇങ്ങനെയാണ് പോയിക്കോളൂ, വലിയ ആളുകൾക്ക് പോകാൻ പറ്റിയ വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇയാൾ രാക്കഥ പറയാൻ തോന്നുകയാണെങ്കിൽ പോയിക്കോളൂ വേഗം. അള്ളാഹു, ഇത് സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. കേട്ടില്ലേ? മനസ്സിലായില്ലേ? കിഴക്കൻ ഡമസ്കസിലെ വെള്ള മുനാരത്തിന്റെ അരികിൽ ഇറങ്ങി വരും. അവിടെ വെള്ളമുനാരം കിട്ടി. അന്ന് ഈ വെള്ളമുനാരം ഇല്ല എന്നാണ് പ്രധാന അഭിപ്രായം. മനസ്സിലായില്ല? റസൂലുള്ളാഹി ഇത് പറയുമ്പോൾ അവിടെ അങ്ങനെ ഒരു വെള്ളമിനാരം ഇല്ല. കിഴക്കൻ ഡമസ്കസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെളുത്ത മിനാരം, ലോക പ്രശസ്തമായ വെളുത്ത മിനാരമാണ്. ഇന്ന് പ്രത്യേക തടം കെട്ടിയിട്ട് ഇത് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഒക്കെ നാട്ടിൽ കാണാം. ആവശ്യക്കാരുണ്ടെങ്കിൽ ആവശ്യക്കാരൊക്കെ ഒന്ന് പോയി നോക്കുക. പൈസ ഉള്ളവരൊക്കെ ഒന്ന് പോയി നോക്കണം. ബാക്കിയുള്ളവരോട് ആ വിഷയമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈളാഇ ബിശർഖി ദിമഷ്ഖിൻ ബൈന മഹ്റൂറതൈനി, രണ്ട് ചായം മുക്കിയ വസ്ത്രത്തിലായിരിക്കും വരിക. ഏത് ടെക്സ്റ്റൈൽ നിന്നാണ് എടുത്തതെന്നൊന്നും എന്നോട് ചോദിക്കണ്ട. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. ബൈന, രണ്ട് ചായം മുക്കിയ വസ്ത്രം ഉണ്ടാവും. രണ്ട് മലക്കിന്റെ ചിറകിൽ കൈ ഇങ്ങനെ നിവർത്തി വെച്ചിട്ടായിരിക്കും വരിക. അലൈഹിസ്സലാത്തു വസ്സലാം. മനസ്സിലായില്ലേ? അന്തരീക്ഷത്തിൽ രണ്ട് ചായ മുക്കിയ വസ്ത്രം ഇങ്ങനെ പറക്കും. ഇങ്ങനെ നിങ്ങൾ ആ രംഗം ഒന്ന് കാണാൻ ആലോചിച്ച് നോക്കി. കാണാൻ കുഴപ്പമൊന്നുമില്ല, കാണാൻ ആലോചിക്കാൻ കുഴപ്പമുണ്ട്. പക്ഷെ അന്നിവിടെ ആളുണ്ട്, ദജ്ജാലുണ്ട്. അതാ പ്രശ്നം. നല്ലൊരു രംഗമാണ്. നമുക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ തന്നെ രസം ഉണ്ടാവും. ഞാൻ ചില നേരത്തൊക്കെ അങ്ങനെ ഇരുന്നിട്ട് ആ രംഗമൊക്കെ തന്നെ മനസ്സിൽ കൊണ്ടുവരലുണ്ട്. ഭയങ്കര ഒരു സൗന്ദര്യാത്മക രംഗമാണ് അതൊക്കെ. ഭയങ്കര രണ്ട് ചായം മുക്കിയ രണ്ട് വസ്ത്രം കാറ്റിലിങ്ങനെ പറപ്പിച്ചുകൊണ്ട് രണ്ട് മലക്കിന്റെ ചിറകിൽ തൻ്റെ കൈകൾ ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വരും. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്നറിയോ? അദ്ദേഹത്തെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അദ്ദേഹം തല നാഴ്ത്തിയാൽ ഇങ്ങനെ അദ്ദേഹം തല താഴ്ത്തിയാൽ ഇങ്ങനെ വിയർപ്പ് ഇങ്ങനെ ഒറ്റിച്ചാടും. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിയർപ്പാണ്. മനസ്സിലായില്ല? ആരുടേത്? ഒന്ന് സഹകരിക്കും മനുഷ്യന്മാർ. ആരുടേത്? ഞാൻ ഒഴുകും. എനിക്കത് കാണാനൊക്കെ പൂതിയാവണം. അത്ര നല്ലൊരു രംഗാണത്. ഒഴുകും, ഇങ്ങനെ വിയർപ്പ് ഒഴുകും. അദ്ദേഹത്തിന്റെ പ്രത്യേകത അങ്ങനെ വിയർപ്പ് ഇങ്ങനെ ഒഴുകും. തലതായി ഇങ്ങനെ ഒഴുകും. താടി ഇങ്ങനെ താഴ്ത്തി നിന്നാലേ താടി കൂടെ ഇങ്ങനെ നെഞ്ചത്ത് കൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങും ഏത് നേരം വിയർപ്പ്. താടി അങ്ങനെ ഒന്നങ്ങ് പൊക്കിയാലോ മുത്തുമണികൾ പോലെയാണ് അദ്ദേഹത്തിന്റെ താടിയിലൂടെയും അദ്ദേഹത്തിന്റെ മുഖത്തൂടെയും മുത്തുമണി പോലെയായിരിക്കും വിയർപ്പൊഴുകുന്നത്. മനസ്സിലാവില്ല നിങ്ങൾക്ക്?
ഇങ്ങനെ നിന്നാൽ ഇങ്ങനെ ഇട്ട് വലിക്കും. ഇങ്ങനെ തല പൊക്കിയാലോ, മുസ്ലിമിൻ്റെ ഹദീസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് മനുഷ്യന്മാരെ, താടി ഇങ്ങനെ നീളും. അപ്പോൾ അത് ഇവിടെ എവിടെ കിടക്കും, ഇവിടെ നെഞ്ച് കിടക്കുമല്ലോ. അപ്പം അത് ഇങ്ങനെ ഇങ്ങനെ ഒലിച്ചാണ് പോകും. ഇങ്ങനെ പൊക്കുകയാണെങ്കിലോ അങ്ങനെ. തല പൊക്കി പിടിച്ചാലാകട്ടെ മുത്തുമണികൾ പോലെ അദ്ദേഹത്തിന്റെ താടിരോമങ്ങളിൽ നിന്ന്, തലയിൽ നിന്ന് അങ്ങനെ മനോഹരമായ വിയർപ്പ് മണികൾ, മുത്തുമണികളെ പോലെയുള്ള വിയർപ്പ് മണികൾ ഒറ്റി വീണുകൊണ്ടേ ഇരിക്കും സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. ഫലാ, കേട്ടോളൂ, എന്നെക്കാൾ വലിയ രസം ഫലാ യഹില്ലു ലികാഫിരിൻ യജിദു റീഹ നഫ്സിഹി ഇല്ലാ മാത. അദ്ദേഹത്തിന്റെ വാസന തട്ടിയാൽ കാഫിർ ചത്തു പോകുന്നതാണ്. സ്വഹീഹ് മുസ്ലിം. എവിടുന്ന ഇയാൾ ഈ വാറോല വായിക്കണമെന്ന് വിചാരിക്കണ്ട, സ്വഹീഹ് മുസ്ലിം. വലാ യജിദു റീഹ നഫ്സിഹി അദ്ദേഹത്തിന്റെ വാസന ആർക്കെങ്കിലും അടിച്ചു പോയാൽ ഇല്ല മാത, സത്യനിഷേധികൾ മരിച്ചു പോകും. അദ്ദേഹത്തിന് കണ്ണെത്തുന്നിടത്തേക്ക് കാലെത്തുന്ന രൂപത്തിൽ സഞ്ചരിക്കാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് പറഞ്ഞു? കണ്ണെത്തുന്ന ദൂരത്തേക്ക് അദ്ദേഹത്തിന് വാഹനമല്ലാതെ സഞ്ചരിക്കാൻ കഴിയും. ആർക്ക്? വർക്കോട് പറയും സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം. എങ്ങനെ ഫയത്ലുബുഹു വന്ന എന്തിനാ വരുന്നത്? ഫയത്ലുബുഹു വരുന്ന തന്നെ മറ്റോൻ അന്വേഷിച്ചോണ്ട. ആര്? ദജ്ജാൽ. ഫയുദ്രികുഹു ബിബാബിലുദ്ദീൻ. ഇസ്രായേലിനടുത്തുള്ള ലുദ്ദ് കവാടത്തിന്റെ അരികിൽ വെച്ച്, ജൂതന്മാരെ താവളമായ ഇസ്രായേലിലെ ലുദ്ദ് കവാടത്തിന്റെ അരികിൽ വെച്ച് ഈസ നബി ദജ്ജാലിനെ കണ്ടുമുട്ടുകയും ഫയഖ്തുലുഹു കൊന്നുകളയുകയും ചെയ്യും ദജ്ജാലിനെ. സയ്യിദുനാ ഈസ എന്തിന് കണ്ട കൊല്ലണ്ട ആവശ്യം? കൊല്ലൽ പിന്നല്ലേ. ഇദാ റആഹു ദജ്ജാൽ ഇദാ റആഹു അദുല്ലാഹ് യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. സ്വഹീഹ് മുസ്ലിം. മനസ്സിലായില്ല? ദജ്ജാൽ എങ്ങാനും ഈസ നബിയെ നാട്ടിലെല്ലാരും പേടിപ്പിച്ച് നടക്കായിരിക്കും. ആര്? ദജ്ജാൽ. ഈ ദജ്ജാൽ എങ്ങാനും ഈസ നബിയെ കണ്ടുപോയാൽ യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, ഉപ്പ് വെള്ളത്തിൽ കിടന്ന് ഉരുകും പോലെ അവൻ കിടന്നുരുകുന്നതാണ്. അത്രയും മഹാനായിരിക്കും. ആര്? വർക്കട് പറയേ. ആര്? ഈസ നബി സയ്യിദുനാ ഈസാ. ആരെയും ഒന്നും ചെയ്യൂല എന്നൊന്നും വിചാരിക്കണ്ട, ചെയ്യേണ്ടി വന്നാൽ ചെയ്യും. ഈസനബി ആരെയും ഒന്നും ചെയ്തിട്ടില്ല എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. ശരിയാ. എന്തുകൊണ്ട്? അന്ന് കയ്യിലുണ്ടായിരുന്നത്. ഒന്ന് സഹകരിക്ക്. അന്ന് ആരോട് യുദ്ധത്തിന് പോയിട്ടില്ല. ശരിയാണ്, യുദ്ധത്തിന് പോയിട്ടില്ല. ശരിയാണ്, അള്ളാഹു ഉയർത്തിക്കൊണ്ടു. എന്തുകൊണ്ട്? അന്ന് കയ്യിലുണ്ടായിരുന്നത് ഇഞ്ചീലായിരുന്നു. ഇഞ്ചീലിനെ കൊണ്ട് അത്രമാത്രമേ അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇനി മടങ്ങി വരുമ്പോൾ കയ്യിലുള്ളത് ഖുർആനാണ്. അത് കിതാബുൽ മൽഹമ, വിപ്ലവങ്ങളുടെ കിതാബാകുന്നു. അതന്നെ. എന്തിനായാലൊക്കെ മടിക്കേണ്ട ആവശ്യം? ഞാൻ ആരാ നിങ്ങൾക്ക് അറിയോന്ന് ചോദിച്ചു. ഞാൻ ആരാ? അന മുഹമ്മദുൻ وأنا أحمد وأنا الحاشر وأنا العاقب وأنا نبي التوبة وأنا نبي الرحمة وأنا نبي الملحمة صحيح البخاري. ഞാൻ ആരാ നിങ്ങൾക്ക് അറിയോന്ന് ചോദിച്ചു. ഞാൻ ആരാന്ന് ചോദിച്ചു. അന മുഹമ്മദുൻ وأنا أحمد وأنا الحاشر. ഞാൻ മഹ്ശറ വിളിക്കാൻ വേണ്ടി വന്ന ആളാവുന്നു. വെള്ളിയാഴ്ചത്തെ മഹ്ശറ വിളിയല്ല. മനസ്സിലായില്ല? പോകാനായിട്ടുണ്ട്. അതിനുള്ള ഒരു ബാക്കിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹ്ശറയിലേക്ക് വിളിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലാണെന്ന് പള്ളി മുക്രിമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വിളിയാണ്. ആ പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കി വിളിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും പോയിട്ട് വന്നവനാണ് ഞാൻ. പിന്നെ തൗബാന്റെ വാതിൽ കൊട്ടിയടക്കാനായി വേഗം തൗബ ചെയ്തോളൂ എന്ന് പറയാൻ വന്ന ആളാണ് ഞാൻ. ഞാൻ കാരുണ്യത്തിന്റെയും നബിയാവുന്നു. ഞാൻ വെറും കാരുണ്യാൻ വിചാരിക്കണ്ട. ഞാൻ വിപ്ലവങ്ങളുടെയും നബിയാവുന്നു.
അന മുഹമ്മദുൻ വ അന അഹ്മദു വ അനൽ ഹാശിറു വ അനൽ ആഖിബു. സ്വലാത്തിൽ ഈ മനുഷ്യന്മാർ ഇതൊക്കെ റസൂലുള്ളാഹിന്റെ പേരാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന മുഹമ്മദുൻ വ അന അഹ്മദു വ അനൽ ഹാശിറു വ അനൽ ആഖിബു വ അന നബിയു തൗബ വ അന നബിയുർ റഹ്മ വ അന നബിയുൽ മൽഹമ. ആ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ സഹായിക്കാൻ വരാ ഈസ നബി. കണ്ടാൽ തന്നെ പേടിയാവും. ആർക്ക്? യഹൂദികൾക്കും ദജ്ജാൽ. ദജ്ജാൽ കണ്ട യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. അപ്പോഴും മഹദി ഇമാം രംഗത്തുണ്ടാവും. മഹദി ഇമാം വരും. ഒറ്റ ഈ മഹദി ഇമാമിനെ ആര് ബഹുമാനിക്കും? ഇങ്ങനെയൊക്കെയുള്ള ഈസ നബി ആരെ ബഹുമാനിക്കും? ഒന്ന് സഹകരിക്കും മനുഷ്യന്മാരെ. ആര്? ഈ ഈസ നബിയെ അല്ല, സോറി, ഈ ഈസ നബി, ഇത്രയും വലിയ ഈസ നബി ആരെ ബഹുമാനിക്കും? മഹദി ഇമാം റളിയല്ലാഹു അൻഹുവിനെ. തക്രിമത്തല്ലദി ഹാദിഹിൽ ഉമ്മ. വരുമ്പോൾ എല്ലാവരും നിസ്കരിക്കണ നേരാവും. നമസ്കസിൽ ഇറങ്ങി വരും. നിസ്കരിക്കാനാവുമ്പോൾ എല്ലാവരും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നിസ്കരിക്കുക. ഇറങ്ങി വന്നു, നിസ്കാരത്തിൻ്റെ നേരായി. ലാ ലാ ലാ, നിങ്ങളുടെ ഇമാമ് നിങ്ങളുടെ കൂടെയുണ്ട്, അദ്ദേഹമാണ് യോഗ്യം. തക്രീമത്തൻ ലിഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിൻ്റെ മഹത്വമാണത് എന്ന് ഹബീബായ നബി. ബുഖാരി മുസ്ലിം എടുത്തു നോക്ക്. റഹ്മത്തുള്ള പറയല്ല, ബുഖാരി മുസ്ലിം എടുത്തു നോക്ക്. ബുഖാരി മുസ്ലിം എടുത്തു നോക്ക്. ഫയഖൂലു അമീറും. അപ്പോൾ മുസ്ലിമീങ്ങൾ നേതാവ് ഈസ നബി ഇറങ്ങിയാൽ അമീർ പറയും. ആരാ അമീർ? സയ്യിദുനാ മഹ്ദി, ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. അമീർ പറയും തആൽ സല്ലി ബിനാ, തആൽ വെരി വെരി സല്ലി ബിനാ, ഞങ്ങൾക്ക് ഇമാമായിട്ടൊന്ന് നിസ്കരിച്ചേരി എന്ന് പറയും. ഫയഖൂലുല്ല, ഫയഖുല്ല ഇന്ന ബഅലകും അലാ ബഅലിൻ ഉമറാ. നിങ്ങൾ തമ്മിൽ തമ്മിൽ തന്നെ യോഗ്യന്മാരായ നേതാക്കളാകുന്നു. തക്രിമതൻ ലിഹാദിഹിൽ ഉമ്മ. ഇമാമ നിൽക്കാൻ യോഗ്യൻ നിങ്ങളൊക്കെ തന്നെയാണ് എന്ന് മഹാനായ ഈസ നബി അലൈഹിസ്സലാം പറയും. എന്നിട്ട് ഈസ നബി ദജ്ജാലിനെ കൊലപ്പെടുത്തും. പിന്നീടാണ് ലോകം കാണുന്ന ഏറ്റവും സ്മോഹന സന്ദർഭം. ഈസ നബിയും ഇമാം മഹദിയും അടക്കമുള്ള പടയാണ് പിന്നെ യഹൂദികളോട് സമരം ചെയ്ത് യഹൂദികളെ പരാജയപ്പെടുത്തുന്നു. ഞാൻ വിശദീകരിക്കുന്നില്ല. അത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് തൽക്കാലം ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തൽക്കാലം ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. അത് അടുത്ത കൊല്ലത്തേക്ക് ബാക്കിയാക്കി വെക്കാം. എന്തുകൊണ്ട്? ദജ്ജാൽ, മഹ്ദി, യഹൂദികളോടുള്ള വിജയം അതിപ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അക്കൂട്ടത്തിൽ യജൂജ് പോലത്തെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഞാൻ ചെറിയ വാക്ക് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا. ഈ ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുക. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഇത് അവസാനത്തെ അക്കമാണെന്ന് വിചാരിക്കരുത്. ഈ പടിഞ്ഞാറുകാരുടെ യാത്ര, ഈ പടിഞ്ഞാറിൻ്റേത് അവസാനത്തെ യാത്രയാണെന്ന്, അവസാനത്തെ രാത്രിയാണെന്ന് മനസ്സിലാക്കരുത്. ഇനിയും പകൽ വരാനുണ്ട്, പേടിക്കണ്ടയില്ല. എല്ലാവരും യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു വസ്സാബിറു വറാബിതു. അല്ലാഹു പറഞ്ഞില്ലേ, ക്ഷമിക്കുക, ക്ഷമ കൊണ്ട് പരസ്പരം സഹായിക്കുക, നേതൃത്വത്തിന്റെ കീഴിൽ ഒറ്റക്കെട്ടായി നിലകൊള്ളുകയും ചെയ്യുക. ഭൂമിയിൽ അവരെ നേതാക്കളാക്കാൻ അല്ലാഹു തീരുമാനിച്ചിരിക്കുന്നു. ഭൂമിയിൽ നിങ്ങൾ നേതാക്കളാക്കും. ഈ ലോകത്തെ അല്ലാഹു കനിഞ്ഞരുളിയ മതത്തിന്റെ സംരക്ഷണത്തിനും വികാസത്തിനും അല്ലാഹു അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കും. ഈ ഭീഷണമായ ഈ ഭയത്തിന് ശേഷം ഏറ്റവും നിതാന്തവും സുന്ദരവുമായ ഏറ്റവും വലിയ നിർഭയത്വത്തിലേക്ക് അല്ലാഹു മുസ്ലിം ഉമ്മത്തിനെ വഴി നടത്തുമെന്ന് വിശുദ്ധ ഖുർആൻ. ആരും പേടിക്കണ്ടയില്ല. അല്ലാഹുവിന്റെ ദീനിൽ ഉറച്ചു നിലകൊള്ളുക. ഇതൊക്കെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ആര് അല്ലാഹുവിന്റെ ദീനിൽ നിലകൊള്ളും എന്നതിനുള്ള പരീക്ഷണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമയം 4-5 മിനിറ്റ് കൊണ്ട് ബാങ്ക് കൊടുക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, നാളെ നമ്മുടെ വിഷയം സംസം അനുഗ്രഹത്തിന്റെ പുണ്യതീർത്ഥം എന്നാണ്.
ചെറിയൊരു വിഷയം നിങ്ങൾക്ക് തോന്നിപ്പോകും. എനിക്ക് തോന്നുക അത് പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിഷയമാണ്, ഭയങ്കര വിഷയം. എനിക്ക് തോന്നുക നാളെ ആയിരുന്നു അതിനുള്ള വിഷയം. എനിക്ക് തോന്നുക നാളെ അത് പറഞ്ഞാൽ തീരില്ല, നാളെ മറ്റന്നാൾ ഒരു പക്ഷേ പറയേണ്ടി വന്നേക്കും. മറ്റേത് വിഷയം പോലെയല്ല, മറ്റേത് വിഷയവും അയൽക്കാരനൊക്കെ അടുത്ത കൊല്ലം പറയാം. സംസം എന്നത് വേണ്ടത്ര ഒരു ചർച്ച മലയാളത്തിൽ അതിനെക്കുറിച്ച് നടന്നിട്ടില്ല. എന്തുകൊണ്ട് നടന്നിട്ടില്ല എന്നറിയാൻ, ഞാൻ സംസം എന്ന വിഷയത്തിൽ വല്ല പുസ്തകം മലയാളത്തിലുണ്ടോ എന്ന് ഒരു മാസമായി എല്ലാ ബുക്ക് സ്റ്റാളിലും തിരഞ്ഞു. ഇല്ല, ഒരു പുസ്തകമില്ല. മലയാളത്തിൽ ഇതേക്കുറിച്ചൊരു പുസ്തകമില്ല, ഒരു പുസ്തകമില്ല. മലയാളത്തിൽ ഇതേക്കുറിച്ചൊരു റെഫറൻസോ പഠനമോ നടന്നിട്ടില്ല. അതുകൊണ്ട് വളരെ പ്രധാനമായ വിഷയമാണ്. ബുക്ക് സ്റ്റാളുണ്ട്, ഹജ്ജ് ഗ്രൂപ്പുണ്ട്, അതൊക്കെ ഉണ്ട്. സംസം ഹജ്ജ് ഗ്രൂപ്പുണ്ട്, ബുക്ക് സ്റ്റാളുണ്ട്. സംസം അതിപ്രധാന. നാളെ എൻ്റെ മനസ്സിനത് തോർന്ന് പറയണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ വിഷയത്തിന് ഇനിയും ചില ഭാഗങ്ങളുണ്ട്, അത് പറഞ്ഞാൽ പിന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുക. ഞാൻ പറഞ്ഞാൽ പിന്നെ ഒരു ഭാഗത്തെത്തൂല. അതിൽ കിടന്നാൽ പിന്നെ ഒരുപാട് വിഷയങ്ങൾ, യഹൂദികൾ ചർച്ചകളൊക്കെ ധാരാളം ഇനിയും പറയാണ്ട്. അത് അടുത്ത വർഷം പറയാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ഇനിയും നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. കൂട്ടത്തിൽ ഒരൊറ്റ വാക്ക് ഞാൻ പറയട്ടെ മുഅ്മിനീങ്ങളെ, അഹ്ലുബൈത്തിൻ്റെ പ്രാധാന്യം വരെ മുസ്തഫായ റസൂലുള്ളാഹി അതൊക്കെ ഇല്ലാതെയായി. അഹ്ലുബൈത്തിനെ വരെയുള്ള ബഹുമാനങ്ങളൊക്കെ ഇന്നില്ലാതെയായി. അഹ്ലുബൈത്തിൻ്റെ ബഹുമാനമൊക്കെ എടുത്തു പോവുക എന്ന് പറയുന്നത് അന്ത്യനാടിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തെങ്കിലും നമ്മൾ ചെറപറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ആദരവുള്ള സമൂഹം ഇവിടെ വളർന്നു വരണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത മഗ്ഫൂറൻ ലഹു. അഹ്ലുബൈത്തിനെ സ്നേഹിച്ചുകൊണ്ട് മരിച്ചു പോയാൽ അവരുടെ ദോഷം പുറത്തിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കാൻ വേണ്ടി 1-2 ഹദീസുകൾ ഞാൻ പറയാം. മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ മാത തായിബൻ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരെങ്കിലും അഹ്ലുബൈത്തിനെ പ്രേമിച്ച് മരിച്ചാൽ അല്ലാഹു അവരെ തൗബ സ്വീകരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. ഉമൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ, ആലി മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച ഒരാൾ മരിച്ചു പോയാൽ മാത മുഅ്മിനൻ മുസ്തക്മിലൽ ഈമാൻ പൂർത്തിയായ മുഅ്മിനായി മരിക്കാമെന്ന് ഖാല റസൂലുള്ളാഹി. മൻ മാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ ബശറഹു മലക്കുൽ മൗതി ബിൽ ജന്ന. ആലി മുഹമ്മദിനെ പ്രേമിച്ച് മരിച്ചു പോകുന്ന ആളുകൾക്ക് സ്വർഗ്ഗമുണ്ട്. മലക്കുൽ മൗത്ത് തന്നെ സന്തോഷ വാർത്ത പറയുമെന്ന് ഖാല റസൂലുള്ളാഹി. ഇതൊക്കെ റാസി ഇമാം തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്.